ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന് ഇലക്ട്രോകെമിസ്ട്രിയിലെ ലാസ്റ്റ് ടോപ്പിക്സുകൾ എടുത്തു. അതിൽ കുറച്ച് പെൻഡിങ് ഉണ്ട്. അത് ബാറ്ററി ആണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ ബാറ്ററി കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ ഈ 4 ചാപ്റ്റേഴ്സിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു കാര്യം ചെയ്തിരുന്നു. റിവിഷന്റെ പാർട്ടായിട്ട് നമ്മൾ ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോനിലെ ഇക്വേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എഴുതിപ്പിക്കും കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് ഇക്വേഷൻസ് എഴുതി ക്ലിയർ ചെയ്യുക എന്നുള്ളത്. അതാണ് ആദ്യത്തെ ഒരു പരിപാടി. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതൊക്കെ എക്സാം ഉണ്ട് അല്ലെ? ഗ്രിഗോറിയൻ. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. നോക്കാം. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഏതൊക്കെ ടൈപ്പ് ഉണ്ടാവും? പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ആണ് എന്ത്? പ്രൈമറി ബാറ്ററി. സിംഗിൾ യൂസ് മാത്രമേ ആ ബാറ്ററിക്ക് പറ്റത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് സെക്കൻഡറി ബാറ്ററി എന്തായിരിക്കും? റീചാർജബിൾ ബാറ്ററി. അതില് പ്രൈമറി ബാറ്ററി 2 ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ട്രൈസെൽ ഓർ ലെക്ലാഞ്ചൽ സെൽ എന്നാണ് അതിനെ വിളിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മെർക്കുറി സെൽ. അതിനാ ബട്ടൺ സെൽ, വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ സെൽ എന്നൊക്കെ പറയുന്ന വിളിക്കുന്ന 2 ടൈപ്പ് സെൽസ്. ഈ സെൽസ് എടുത്തിട്ട് നമ്മൾ ആ സെൽസിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡറി ബാറ്ററിയിലേക്ക് വരികയാണ്. സെക്കൻഡറി 2 തന്നെയാണ് മെയിൻ ആയിട്ട്. 2 ഉണ്ട്. ആ 2 ഫസ്റ്റ് വരുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, ഇൻവെർട്ടർ, അതുപോലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ദെൻ നെക്സ്റ്റ് അതിൽ തന്നെ ഒരു എഫിഷ്യൻസി കൂടുതലുള്ള ഒരു മോഡലാണ് നിക്കൽ കാഡ്മിയം ബാറ്ററി. അപ്പോൾ അതിന് കുറച്ച് എഫിഷ്യൻസി കൂടുതലാണ്. അത്ര വ്യത്യാസമുള്ളൂ ഇത് രണ്ടും തമ്മിൽ വരുന്നത്. ഈ എല്ലാത്തിന്റെയും ഫുൾ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് റിയാക്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് 5th ആയിട്ട് പഠിക്കുന്നത് ഫ്യൂവൽ സെൽ എന്നാണ്. ഫ്യൂവൽ സെൽ എന്ന് പറയുന്ന സമയത്ത് വളരെ എഫിഷ്യന്റ് ആയിട്ട് ലോങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന അപ്പോളോ സ്പേസ് റിസർച്ച് പ്രോഗ്രാമുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ്. ബൈ പ്രൊഡക്റ്റ് വാട്ടർ ഒക്കെയാണ്. അപ്പൊ അസ്ട്രോണറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും, വാട്ടർ ഉണ്ടാവും. ഒപ്പം എന്താണ്? അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കാനുണ്ട്. പുറത്തു നോക്കാം. അങ്ങനെ 5 ടൈപ്പ്. ഇത് കഴിഞ്ഞ ഒരു കുഞ്ഞു ടോപ്പിക് കിടക്കുന്നത് കൊറോഷൻ ആണ്. കൊറോഷൻ അറിയാലോ പണ്ട് മുതൽ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും കൊറോഷൻ ഇവിടെ പഠിപ്പിക്കുന്നത്? ബാറ്ററിയിൽ കൊറോഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. എന്തായിരിക്കും കൊറോഷൻ? ബാറ്ററി എന്താണ്? ഒരു ബാറ്ററിയിൽ അവിടെ ബാറ്ററി അല്ല, കൊറോഷനില് ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും ഉണ്ട്. കൊറോഷനിൽ ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും. അപ്പൊ നമ്മളവിടെ കാഥോഡിക് പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രിവെൻഷൻ മെത്തേഡിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അയണിന് വരുന്ന കൊറോഷൻ കുറെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞ് ഇവിടെ നിന്ന് പണ്ടൊക്കെ ഗ്യാസ് പൈപ്പ് ലൈൻ ഇടും അല്ലെ? ഇവിടെ നിന്ന് ഒരു ലൈൻ ഇവിടെ കിടപ്പുണ്ടല്ലോ. എവിടെ? വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അവിടെ ഒരു വലിയൊരു ലൈൻ ഉണ്ട് അല്ലെ? കടലിന്റെ അടിയിൽ കൂടിയൊക്കെ പോകുന്ന വലിയ പ്രൊജക്ടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അതിന് പോയി അല്ലെ എല്ലാ വർഷവും കടലിന്റെ അടിയിൽ പോയിട്ട് പെയിന്റ് അടിക്കാൻ പറ്റും. അപ്പൊ എന്ത് പറ്റാ? നോർമലി അയണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോലൈറ്റിക് പ്രിവെൻഷൻ ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിനെക്കാളും ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റല് അതിനെ എന്ത് ചെയ്യും? ടച്ച് ചെയ്ത് വെക്കും. അപ്പൊ എന്ത് പറ്റും? ആ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് കൊറോഷൻ വരും. നിങ്ങൾ റെയിൽവേ പാളം പെയിന്റ് അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? റെയിൽ കണ്ടിട്ടില്ലേ? അത് പലപ്പോഴും പല പെയിന്റാണ് അടിക്കാറ് ഇല്ല അല്ലെ? അപ്പൊ ഇതുപോലെയുള്ള മെത്തേഡിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്രിവെന്റ് ചെയ്ത് വരും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 1 by 1 ആയിട്ട് ക്ലിയർ ചെയ്തൊന്ന് എഴുതി പോവാം കേട്ടോ. ഓക്കെ, ഹെഡിങ് എഴുതി വെച്ചു കേട്ടോ. വിഘ്നാഷ് നമ്മളെ ലാസ്റ്റ് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ അല്ലേ? വീഡിയോ ഓൺ ആക്കി വെക്കണം കേട്ടോ. വീഡിയോ ഓൺ ആക്കി. ലാസ്റ്റ് ക്ലാസിന്റെ കണ്ടിന്യൂഷൻ ആണ് ബാറ്ററി. ബാറ്ററിയില് ഫസ്റ്റ് ഹെഡിങ് എഴുതി നോക്കുക, പ്രൈമറി സെൽ. ഫസ്റ്റ് ഹെഡിങ് പ്രൈമറി സെൽ എഴുതിക്കോ കേട്ടോ. പ്രൈമറി സെൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? പ്രൈമറി സെൽ ഹെഡിങ് എഴുതി കേട്ടോ. പ്രൈമറി സെൽ. ഇപ്പൊ വന്നിരിക്കുന്ന ഇഗ്നാഷ് അതുപോലെ നിഷ കേട്ടോ, രണ്ടുപേരും വീഡിയോ ഓൺ ആക്കി കേട്ടോ. മറ്റേ ആള് ഐഡി കിടക്കുന്നത് നിഷ എന്നാണ്. നമ്മൾ
ബാറ്ററി ലാസ്റ്റ് ക്ലാസ്സിൽ എടുക്കാനുണ്ട്, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം. ബാറ്ററിയിൽ ഹെഡിങ് പ്രൈമറി ബാറ്ററി ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഇൻ ദ പ്രൈമറി ബാറ്ററി the reaction occurs in the primary batteries the reaction occurs only once in the primary batteries the reaction occurs only once and after use over a period of time battery becomes dead. And after use over a period of time battery become dead and cannot be reused again. And cannot be reused again. The next, then the first heading എഴുതി വെക്കുക. Dry cell. ബ്രാക്കിൽ അതിനെ വിളിക്കുന്ന another name ഉണ്ട് Leclancher cell. Dry cell within bracket LECLANCHE. Leclancher cell. ഇല്ല, CHE. Then next, ഈ Leclancher cell എന്താണെന്ന് നമുക്ക് നോക്കാം. അത് പഠിക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമ്മൾ ഇത്രേ ഉള്ളൂ. വീട്ടില് റിമോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന, പണ്ട് കാലം മുതൽ വാച്ചിൽ ഉപയോഗിക്കുന്ന ഒക്കെ സാധാ ബാറ്ററി, അതിന്റെ ഇപ്പോൾ റീചാർജബിൾ ടൈപ്പ് വേറെ വന്നിട്ടുണ്ട്, അതല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ ഡ്രൈ സെൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടയിലുള്ള 2A ബാറ്ററി, ആ ബാറ്ററി എടുത്തു കഴിയുമ്പോൾ ആ ബാറ്ററിനെ ഇങ്ങനെ പിടിച്ചേക്കാണെന്ന് ഇമാജിൻ ചെയ്യാം. ആ പിടിച്ചേക്കുന്ന ഏരിയ ആനോഡാണ്. നിങ്ങൾ തൊട്ടേക്കുന്ന ആരെയാണ്? ആനോഡ്. അപ്പൊ നിങ്ങൾ ബാറ്ററി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ ഈ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള റീജിയനല്ലേ, അത് ആനോഡാണ്. നോർമലി നിങ്ങൾ പിടിച്ചേക്കുന്നത് ഇത് ചിലപ്പോൾ പുറത്തതിന്റെ അല്ലെ ഒരു കവറിംഗ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നത് സിങ്ക് ആയിരിക്കും. അപ്പൊ സിങ്ക് കണ്ടെയ്നർ ആക്ട് ആസ് ആൻ ആനോഡ്. അപ്പൊ ആനോഡ് ഒക്കെ അല്ലേ പറഞ്ഞിട്ട് എഴുതുള്ളൂ കേട്ടോ. സിങ്ക് കണ്ടെയ്നർ ആക്ട് ആസ് ആൻ ആനോഡ്. പണ്ടൊക്കെ ഈ ബാറ്ററി പൊട്ടിച്ചു നോക്കായിരുന്നു. വലിയ ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ ഈ ടോർച്ച് ഉണ്ട്, വലിയ ടോർച്ച് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. വലിയ ടോർച്ച് ഇട്ട് ഇപ്പൊ അതിന്റെ വലിയ ബ്രൈറ്റ് ഒക്കെ ഉള്ള വേറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് അതായിരുന്നു. ഈ ടോർച്ച് കൂട്ടുന്നതോറും അതിന്റെ ഇന്റൻസിറ്റി കൂടാനൊക്കെ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ടോർച്ചില് എന്ത് ചെയ്യും? ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ബാറ്ററി ചെയ്യണ സമയത്ത് അത് പേപ്പറാണ്. പേപ്പർ പോയി കഴിഞ്ഞാൽ നടുവിൽ ഒരു കാർബണിന്റെ റോഡായിട്ട് പറമ്പിലൊക്കെ ഇങ്ങനെ കിടക്കണം. ആക്ച്വലി കാർബണിന്റെ റോഡായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പൊ ആ കാർബൺ റോഡ് powdered with manganese oxide. അതാണ് എന്താ ആയിട്ട് വരുന്നത്? അതിനകത്ത് മിഡിലിൽ വരുന്ന കാഥോഡ് ആയിട്ട് വരുന്നത്. അപ്പോ എന്തായിരുന്നു ഈ ബാറ്ററിനെ പിടിച്ചേക്കുന്ന ഏരിയ? എന്തായിരുന്നു? എന്തായിരുന്നു ആനോഡ്? സിങ്ക് കണ്ടെയ്നർ ആക്ട് ആസ് ആൻ ആനോഡ്. പിന്നെ എന്തായിരുന്നു പറഞ്ഞേ? കാർബൺ റോഡ് അല്ലെ, അത് കാർബൺ ആണ്. കാർബൺ റോഡ് പൗഡേർഡ് വിത്ത് മാംഗനീസ് ഓക്സൈഡ്, കാഥോഡ് കേട്ടോ. അപ്പൊ കാഥോഡ് കിട്ടി, ആനോഡ് കിട്ടി. ഇനി ഈ ബാറ്ററി പൊട്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു ലിക്വിഡ് വരും. ആ ലിക്വിഡ് അത് ഇലക്ട്രോലൈറ്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺ മൂവ് ചെയ്യണ്ടേ, ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്നത്. ഇലക്ട്രോലൈറ്റ് രണ്ടെണ്ണമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. രണ്ടെണ്ണം കൂടി ജോയിൻ ചെയ്തേക്കുന്ന അതായിട്ട് പറഞ്ഞേക്കുന്നത്. ഒന്ന് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും കേട്ടോ. ഓർത്ത് നോക്കാം. വേറെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഉള്ളതിൽ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നതിനെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഇപ്പൊ ഉള്ളത് വേർപ്പിക്കാം. സിങ്ക് ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ഇതാണ് ആക്ച്വലി ഈ എന്തായിട്ട് വരുന്നത്? ഇലക്ട്രോലൈറ്റ്. ഈ 3 ഏരിയാസ് ഓക്കെ ആണോ? ഓർത്ത് നോക്കാം. ദെൻ പറയേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കാം. ആനോഡ് കവറിംഗ് സിങ്ക് ആണ്. പിന്നെ കാഥോഡ് കാർബൺ റോഡ് കവേർഡ് വിത്ത് മാംഗനീസ് ഓക്സൈഡ്, പൗഡേർഡ് മാംഗനീസ് ഓക്സൈഡ്. പിന്നെ ഇലക്ട്രോലൈറ്റ് സിങ്ക് ക്ലോറൈഡും അമോണിയം ക്ലോറൈഡ്.
ഓക്കെ അല്ലേ? അത് നോക്കാം. ബാക്കിൽ ഇങ്ങനെ പോകട്ടെ, എന്നിട്ട് ഇങ്ങനെ തൊട്ട് ബാക്കിലോ കൈ വരും ഇങ്ങനെ പോസിറ്റീവ്. ഓക്കെ, കാർബൺ ഡയോഡ് ആക്ട് ആസ് എ കാഥോഡ്. അതിലെന്തിടും? മാംഗനീസ് ഓക്സൈഡ്. ഓൺലൈനിൽ ഒരു പറയാൻ റെഡി ആയി കാണാം. പിന്നെ സിങ്ക് കണ്ടെയ്നർ acts as anode. The electrolyte inside the cell is ammonium chloride or zinc chloride. ഇഗ്നാഷ് ഞാൻ പറഞ്ഞു. വീഡിയോ ഓൺലൈനിൽ ഇരിക്കുന്ന എല്ലാവരും ഓൺ ആക്കട്ടോ. ഇഗ്നാഷ് പറഞ്ഞു ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ്. വീഡിയോ ഓൺ ആക്ക്, എന്നിട്ട് പറഞ്ഞു. ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് പറഞ്ഞു. ശ്രദ്ധിച്ചിരിക്കട്ടോ, ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ പറഞ്ഞു ആനോഡ് സിങ്ക് കണ്ടെയ്നർ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാം. സിങ്ക് കണ്ടെയ്നർ ആക്ട് ആസ് ആൻ ആനോഡ്. ദെൻ നെക്സ്റ്റ് മിഡിൽ കാഥോഡ് എന്തായിരുന്നു? Carbon rock covered with powdered മാംഗനീസ് ഓക്സൈഡ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വീണ്ടും പറയാം. കാർബൺ ഡോട്ട് പൗഡേർഡ് വിത്ത് മാംഗനീസ് ഓക്സൈഡ്. ദെൻ ഇലക്ട്രോലൈറ്റ് ആരാണ്? NH4Cl അല്ലേ, അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒരു യൂസസ്. ഇത് കഴിഞ്ഞാൽ ഓവറോൾ ഇക്വേഷൻ. ഈ രീതിയിൽ പഠിച്ചു പോവുക. ഓവറോൾ ഇക്വേഷൻ, ഇതിന്റെ ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ രീതിയിലാണ് നമുക്ക് പഠിച്ച് ക്ലിയർ ചെയ്ത് പോകേണ്ടത് കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചോ ഇനിയല്ല കേട്ടോ, എന്നിട്ട് ചോദിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ആനോഡ് ഹൈഫൺ കേട്ടോ, ആനോഡ് ഹൈഫൺ എഴുതി വെക്കുക. സിങ്ക് കണ്ടെയ്നർ act as an anode. Anode hyphen sink container act as an anode. Next line cathode. Cathode hyphen carbon rod. എന്ന് പറഞ്ഞ ഗ്രാഫൈറ്റും കാർബണൊക്കെ സെയിം ആണ് കേട്ടോ, ഓർത്തോക്കെ. പ്രാക്ടിക്കൽ ഗ്രാഫൈറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാർബൺ റോഡ്, കാർബൺ റോഡ്, carbon rod, powdered manganese dioxide. Carbon rod, powdered manganese dioxide. Manganese dioxide. The next line electrolyte. Electrolyte ഒരു ലിക്വിഡ് ഉണ്ടാവും അല്ലേ, അതാണ് electrolyte hyphen അമോണിയം ക്ലോറൈഡ്, NH4Cl. അമോണിയം ക്ലോറൈഡ്, NH4Cl, അമോണിയം ക്ലോറൈഡ്. ആൻഡ് സിങ്ക് ക്ലോറൈഡ്. സിങ്ക് ക്ലോറൈഡ് എന്തായിരിക്കും? ZnCl2 കേട്ടോ. സിങ്ക് ക്ലോറൈഡ് ZnCl2. ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾ ഫ്രണ്ടിലേക്ക് വന്നേ, ഏറ്റവും ബാക്ക് കേട്ടോ. എനിക്കൊരു ലോങ് വിഷൻ ആയിട്ട് കേട്ടോ. ഈ ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ സെല്ല് പൊട്ടിക്കുമ്പോൾ ലിക്വിഡ് പുറത്തോട്ട് വരും. അല്ല ഇത്തിരി ഡ്രൈ ആയിട്ട് അതന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ആ റിയാക്ഷൻ ഒക്കെ നടന്ന് തീരാറായി അല്ലേ, പുറത്ത് നോക്കാം. അങ്ങനെയാ പോകുന്നത് കേട്ടോ. എഴുതിയോ? ഇലക്ട്രോലൈറ്റ് എഴുതിയില്ലേ? ഇനി യൂസസ് എഴുതാം കേട്ടോ. യൂസസ് commonly used in our transistors and clocks. Commonly uses കേട്ടോ. ഈ ബാറ്ററിയുടെ യൂസസ് ആണ് കേട്ടോ. ഇപ്പൊ എന്താ ചെയ്തേക്കുന്നതെന്ന് പറയാം. ഡ്രൈസെല് അതില് നമ്മൾ എന്ത് എഴുതി? ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, യൂസസ് കേട്ടോ. യൂസസ് കോമൺലി ഈ റിയാക്ഷൻ ലാസ്റ്റ് ഒരു എഴുതാൻ വേണ്ടിട്ട് അത് പറഞ്ഞുതരാം. കോമൺലി
commonly used in our transistors and clocks. Transistors and clocks. Transistors and clocks. ഇനി നെക്സ്റ്റ് റിയാക്ഷൻസ് കേട്ടോ. റിയാക്ഷൻ ലാസ്റ്റ് പറയാൻ കാരണം നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു ഫ്രെയിമിൽ പഠിക്കാം. അപ്പോൾ ഈസി ആയിരിക്കും. ആനോട് കാഥോഡ് അതൊക്കെ കിട്ടി റിയാക്ഷനിൽ എറർ വന്നാലും നമുക്ക് ഈ എഴുതിയേക്കുന്ന പാറ്റേൺ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കാം കേട്ടോ. ഓർക്കുക. നെക്സ്റ്റ് റിയാക്ഷൻസ്. ട്രൈസെല്ലിന്റെ റിയാക്ഷൻ ആണ് കേട്ടോ. റിയാക്ഷനിൽ ഫസ്റ്റ് വരുന്നത് സിങ്കിന്റെ ആണ്. സിങ്കിന് ഓക്സിഡേഷൻ ആണ്, അത് ആനോഡാണ് കേട്ടോ. ഓർക്കുക. Z Zn gives Zn 2 plus 2 electron. കേട്ടോ. കേട്ടോ. എന്തിന്റെ റിയാക്ഷൻ? ആനോഡിന്റെ റിയാക്ഷൻ കേട്ടോ. ട്രൈസെല്ലിലെ ആനോഡിന്റെ റിയാക്ഷൻ ആണ് കേട്ടോ. അടുത്തത് എന്തായിരിക്കും? കാഥോഡ് കേട്ടോ. ഇത് കാഥോഡ് ലിക്വിഷൻ. ആനോഡ്, കാഥോഡ്. ഇലക്ട്രോൺ ഇലക്ട്രോൺ കേട്ടോ. 1 ഇലക്ട്രോൺ ആണ് കേട്ടോ. ഏതാ? മാംഗനീസ് ഹൈഡ്രോക്സൈഡ് ആണ് ആക്ച്വലി. അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇന്റർമീഡിയറ്റ് ആണ് അങ്ങനെ വരുന്ന സമയത്ത്. മാംഗനീസിന്റെ വാലൻസി എന്ന് പറയുന്നത് +2 മുതൽ +7 വരെ വരും കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ട് ഓയും ഒരു OH വരും സ്ട്രക്ചർ. നെക്സ്റ്റ് ഹെഡിങ് മെർക്കുറി സെൽ കേട്ടോ. മെർക്കുറി സെൽ. നെക്സ്റ്റ് ഹെഡിങ് മെർക്കുറി സെൽ. ഇതേ ഫോർമാറ്റിൽ പഠിക്കാൻ നോക്കാം മെർക്കുറി സെൽ കേട്ടോ. ഓർത്ത് നോക്കാം. എങ്ങനെയായിരിക്കും അപ്പോൾ മെർക്കുറി സെൽ പഠിക്കാൻ പോണേ? ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, യൂസ് ആണോ. ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് റിയാക്ഷൻ. അപ്പോൾ ആദ്യത്തെ 4 എളുപ്പമാണ്. റിയാക്ഷൻസ് മാത്രം ഒന്ന് എഴുതി സെപ്പറേറ്റ് ചെയ്ത് പഠിക്കും നമ്മൾ. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പോൾ ഓൺലൈനിൽ അമ്മർ അല്ലേ. അപ്പോൾ ഓർത്ത് നോക്കാം. കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ എഴുതുക കേട്ടോ. മെർക്കുറി സെൽ ഫസ്റ്റ് ആനോഡ് എഴുതി വെക്കുക. സിങ്ക് അമാൽഗം ആനോഡ്. അമാൽഗം എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ അലോയിനെയാണ് കേട്ടോ. സിങ്ക് അമാൽഗം. അപ്പോൾ ZnHg സിങ്ക് അമാൽഗം. ZnHg സിങ്ക് അമാൽഗം. ZnHg സിങ്ക് അമാൽഗം കേട്ടോ. ZnHg ZnHg സിങ്ക് അമാൽഗം. The next cathode mercuric oxide. Cathode mercuric oxide. Electrolyte paste of KOH and ZNO. 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 ആനോഡ്, കാഥോഡ്, പിന്നെന്താ ഇലക്ട്രോലൈറ്റ്. ഇനി എന്തായിരിക്കും അടുത്തത് നമ്മൾ എഴുതാൻ പോകുന്നത് പറഞ്ഞേ? യൂസസ്. നെക്സ്റ്റ് യൂസസ്. എന്തിനൊക്കെ ആയിരിക്കും യൂസസ് ആയിട്ട് വരുന്നത്? വാച്ച് അല്ലേ. ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന ഹിയറിംഗ് എയ്ഡ് ആണ് കേട്ടോ. ഓർത്ത് വെക്കുക. അപ്പോൾ യൂസസിന് അവിടെ എഴുതി വെക്കാം. മെർക്കുറി സെൽ സ്യൂട്ടബിൾ ഫോർ ലോ കറന്റ് ഡിവൈസസ്. Mercury cell suitable for low current devices. Mercury cell
suitable for low current devices like hearing aids, watches, etc. Hearing aids, watches, etc. ഇതിലൊരു പോയിന്റ് കൂടി നമുക്ക് ഓവറോൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ട് എഴുതാനുണ്ട്. ഇനി നമുക്ക് ആനോഡ് കാഥോഡ് ഇക്വേഷൻസുകളാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. നോക്കാം. അപ്പോൾ റിയാക്ഷൻ, അടുത്ത ഹെഡിങ് റിയാക്ഷൻ. ZnHg, ഇതിൽ Hg എന്ന് പറയുന്ന അലോയ് ആണ് ആക്ച്വലി. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സിങ്ക് തന്നെയാണ്. ഇതിലേക്ക് OH എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതായിരുന്നു? KOH ആൻഡ് Zn ആണ്. ഓർത്ത് നോക്കുക, KOH എന്ന് വരുന്ന ബേസിക് ഇട്ടാണ് ഇവിടെ OH ആയിട്ട് കൊടുക്കുന്നത്. അത് ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തിട്ട് ഇതിന്റെ ഓക്സൈഡ്സിലേക്ക് ZnO plus H2O, H2O plus 2 electron, H2O plus 2 electron. Loss of electron എന്താ പഠിപ്പിച്ചിരിക്കുന്നത് നമുക്ക്? ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ വന്നാൽ അതെന്തായിരിക്കും? ആനോഡ്. കണ്ടോ, നേരത്തെ പഠിച്ചില്ലേ? Zn gives Zn2 plus 2 electron. Loss of electron, oxidation. അല്ലേ? OH മൈനസ് കേട്ടോ. OH മൈനസ് ചാർജ് ഉണ്ടാവും. OH മൈനസ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഇത് 2OH വരും. ബാക്കിയൊക്കെ ബാലൻസ് ആണ്. ആനോഡ് കേട്ടോ. Then കാഥോഡിൽ വരുന്നത് HgO plus H2O plus 2 electron receive ചെയ്യും. അപ്പോൾ Hg plus 2OH minus. ഇതില് ഓവറോൾ കൂടി എഴുതണം കേട്ടോ. ഓർത്തുക, ഓവറോൾ എഴുതാനായിട്ടുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് അയോൺസുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം വാച്ചിന്റെ ഒക്കെ ബാറ്ററി നിങ്ങൾ എല്ലാ മാസവും മാറ്റും. അതേ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ റിമോട്ടൊക്കെ ഇടക്കല്ലേ യൂസ് ചെയ്യണുള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ട് റിമോട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടോയ് നിങ്ങൾക്ക് തരാം. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ എന്ത് പറ്റും? പെട്ടെന്ന് തീർന്നു പോകും. പക്ഷെ ഇത് നമുക്ക് വാച്ച് അതുപോലുള്ള വളരെ ലോ ആയിട്ടുള്ള കറണ്ട് ലോങ് ലാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് എന്താ മെർക്കുറി സെൽസ് ഒക്കെ ആയിട്ട് വരുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഓവറോൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇതിൽ അയോൺസുകൾ ഉണ്ടാവില്ല. അതാണ് അവർ പറയുന്നത്. അപ്പൊ അതിന് ആൻസർ ഗിവ് റീസൺ ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഓവറോൾ കൂടി എഴുതി നോക്കാം. ഇത് ഒന്ന് ക്യാൻസൽ ചെയ്ത് ഓവറോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഓവറോൾ എഴുതുമ്പോൾ ഇത് 2OH ആണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ ഈ 2OH എന്താവും? ക്യാൻസൽ ആകും അല്ലെ. പുറത്തു നോക്കാം. Then 2 electron ക്യാൻസൽ ആവും. H2O ക്യാൻസൽ ആവും. ബാക്കി എന്തുണ്ടാവും? Zn Hg പ്ലസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? HgO gives എന്ത് വരും? ZnO പ്ലസ് Hg. ഇതാണ് ഓവറോൾ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ കേട്ടോ. ബാലൻസ്ഡ് ആണ്. നോക്കി ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നേരത്തെ ഇവിടെ ചെയ്യണ്ടോ? അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അത് എന്താണ് ആക്ച്വലി അലോയ് ആണ് അവിടെ വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെ എഴുതി കിട്ടുമ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും എഴുതിക്കും കേട്ടോ. ഇത് സെയിം ആയിട്ടുള്ളത് ഓപ്പോസിറ്റ് വന്ന ക്യാൻസൽ ചെയ്തതായിട്ട് അപ്പൊ റിയാക്ടർ സൈഡിലും ഇത് വേറെ ഒന്നുമില്ല. ഇത് നടക്കുന്നത് ആനോഡിലാണ്. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇത് കേട്ടോ, 2 ഇലക്ട്രോൺ ലോസ് ആയി. ആ ഇലക്ട്രോൺ ആര് റിസീവ് ചെയ്യും? താഴെ ഇവിടെ റിസീവ് ചെയ്യും. അപ്പൊ സർക്യൂട്ട് ആയില്ലേ, കംപ്ലീറ്റ് ആയില്ലേ, ഇലക്ട്രോൺ ഫ്ലോ ആയില്ലേ ഉണ്ടോ. അപ്പൊ ഇത് റിസീവ് ചെയ്യും. ഇത് റിസീവ് ചെയ്തിട്ട് ഇവിടെ നീ ചേഞ്ച് ആവും. മനസ്സിലായി? ആനോഡ് എന്ന് പറഞ്ഞാൽ
ലോസ് ഓഫ് ഇലക്ട്രോൺ, കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. പക്ഷെ ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. ഇതിന് വേറെ ലോജിക്. ഏതാ ഇത് കാഥോഡിന്റെ, ഇത് കാഥോഡ് അത് എഴുതിയില്ല. ഓവറോൾ ഇത് രണ്ടും കൂടി ചേർന്ന് നേരത്തെ നമ്മൾ ഓവറോൾ എഴുതിയില്ല കേട്ടോ. ഇത് ആനോഡ്, ഇത് കാഥോഡ്. ഇതെന്തായിരിക്കും ഓവറോൾ. ഇത് ഓവറോൾ എഴുതാൻ കാരണം ഇവിടെ നിന്ന് ഒരു കീ റീസൺ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് ബോർഡിൽ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാനുണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇതിൽ അയോണുകളൊന്നുമില്ല ലാസ്റ്റ് എന്ന് അത് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാനാണ് കേട്ടോ. പിന്നെ താഴെ എഴുതി വെച്ചു കേട്ടോ. ദ സെൽ പൊട്ടൻഷ്യൽ, ഇതിന്റെ താഴെ the cell potential is approximately 1.35 volt. 1.35 volt and remains constant during its life as the overall reaction does not involve any ion in solution. Any ion in solution. No. Ion ഒന്നുമില്ല. Any ion in solution. അത്ര എഴുതിയാൽ മതി കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ അയോൺസുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന്റെ കോൺസെൻട്രേഷൻ ലൈഫ് ലോങ് ആയിട്ട് തന്നെ നിന്നോളും കേട്ടോ. ഓർത്ത് നോക്കുക. ലൈഫ് ലോങ് ആയിട്ട്, അല്ലെങ്കിൽ ലൈഫ് ലോങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ലോങ് പീരീഡ്, 1 year 2 year അല്ലെ. നിങ്ങൾക്ക് അറിയാലോ വാച്ചിന്റെ ഒക്കെ ബാറ്ററി 1 year 2 year ഒക്കെ എങ്കിലും മിനിമം ആയിട്ട് നിൽക്കാറുണ്ട്. ആക്ച്വലി അതിന്റെ റീസൺ ഇതാണ് കേട്ടോ. ലൈഫ് ടൈം നിൽക്കുന്നതാണ്. നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കുക. സെക്കൻഡറി ബാറ്ററി. നെക്സ്റ്റ് ഹെഡിങ് സെക്കൻഡറി ബാറ്ററി. ഇപ്പൊ പ്രൈമറി ബാറ്ററി കഴിഞ്ഞു, ഇനി സെക്കൻഡറി ബാറ്ററി. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്കൻഡറി ബാറ്ററി എന്തായിരിക്കും? അത് റീചാർജബിൾ ബാറ്ററി ആയിരിക്കും അല്ലെ. പുറത്തു നോക്കാം. മറ്റേതായിരുന്നു നോട്ട് റീചാർജബിൾ ബാറ്ററി ആണ്, ഡെഡ് ആകും. ഇതെന്താണ്? റീചാർജബിൾ ബാറ്ററി. അപ്പൊ ആ പോയിന്റിലേക്കാണ് ഫസ്റ്റ് എഴുതുന്നത് കേട്ടോ. സെക്കൻഡറി ബാറ്ററി അണ്ടർലൈൻ ചെയ്യാം. സെക്കൻഡറി ബാറ്ററി ഫസ്റ്റ് പോയിന്റ്. എ സെക്കൻഡറി സെൽ after use can be recharged by a secondary cell after use can be recharged by passing current through it in the opposite direction. So that it can be used again. Then next subheading ആരാണ് ഫസ്റ്റ് തേർഡ് പഠിച്ചേക്കുന്നത്? lead storage battery കേട്ടോ. ഹെഡിങ് എഴുതി നോക്കുക. lead storage battery അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ആനോഡ് lead. നെക്സ്റ്റ് കാഥോഡ് lead oxide PbO2. lead dioxide നോക്കൂ കേട്ടോ. PbO2 lead dioxide PbO2. Then next line electrolyte 38% sulfuric acid. 38% sulfuric acid.
then uses. അടുത്ത സബ് ആയിട്ട് uses. എന്തായിരിക്കും അവിടെ ആയിരിക്കും ഉപയോഗിക്കുന്നത്? Commonly used in automobile and inverters. Commonly used in automobile and inverters. Commonly used in automobile and inverters. First, PB plus SO4 2 minus is PB SO4 plus 2 അല്ലേ? ഇതാണ് ആനോഡ് കേട്ടോ. പേര് ആനോഡ്. ആനോഡ് എടുത്തിട്ട് കേട്ടോ. എന്താണ് സൾഫ്യൂരിക് ആസിഡ്? ആ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡൈലൂട്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഡൈലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ബാക്കി വാട്ടർ ആണായിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം 38% സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ റിമൈനിങ് ബാക്കി വെള്ളമായിരിക്കും ആക്ച്വലി. കേട്ടോ ഓർത്ത് നോക്കാം. എല്ലാ കോൺസെൻട്രേഷനും അങ്ങനെ ആക്ച്വലി കേട്ടോ. ഓർത്ത് നോക്കാം. ചോദിച്ചു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 38% സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ വെള്ളത്തിലാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യാം, ഡൈലൂട്ട് ചെയ്യാം. നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്, വെള്ളത്തിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യും, സൾഫ്യൂരിക് ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യും. ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യും. ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തും സ്പ്ലാഷ് ഔട്ട് ആയി പോകും. കാരണം എന്താ, എക്സോ തെർമിക് ആണ്. അപ്പൊ നമ്മൾ എടുക്കും, 1 ലിറ്റർ വെള്ളം എടുക്കും, എന്നിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്തിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സ്റ്റിർ ചെയ്യുന്ന സമയത്ത് അത് പതുക്കെ ടെമ്പറേച്ചർ അത് മാനേജ് ചെയ്ത് വരും. നമ്മുടെ കോൺസെൻട്രേഷൻ എത്രയാണോ അതനുസരിച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കാം. അപ്പൊ ആ രീതിയിലാണ് ഇത് 38% ആണ് കേട്ടോ. ഇത് ആനോഡ് കേട്ടോ. ആനോഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല. PbO2 plus SO4 ആണ്. PbO2 plus SO4 2 minus plus 4H plus electron 2 electron തന്നെയാണോ? PbSO plus 2H. ആദ്യത്തെ ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമാണ്, രണ്ടാമത്തെ ഒന്ന് ശ്രദ്ധിക്കണം മാത്രമേ ഉള്ളൂ. Pb plus SO4 PbSO4 plus 2 ഇലക്ട്രോൺ ആണ്. ഇനി ഈ രണ്ട് ഇതും എന്താണ്, റീചാർജ്, ഇത് അല്ലേ റീചാർജബിൾ ബാറ്ററി ആണ്. അപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് കൊടുക്കുമ്പോ, ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്താവും, ഇവിടെ നിന്ന് ഇത് രണ്ടും കൂടി വന്നിട്ട് എന്താവും, ഇത് കണ്ടോ SO4 ആവും. അപ്പൊ തിരിച്ച് ഇപ്പുറത്ത് എന്ത് തന്നെ അടക്കം ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ എന്താ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പഠിച്ചിട്ടുണ്ട്, ഇത് കണ്ടോ Pb plus SO4 PbSO4 plus 2 ഇലക്ട്രോൺ. ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ പോകും, 2 ഇലക്ട്രോൺ പോയിക്കൊണ്ടിരിക്കും. അത് ഇവിടെ നിന്ന് റിസീവ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് വരും. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രേ ഉള്ളൂ, റീചാർജ് ചെയ്യുന്ന സമയത്ത് ആനോഡ് കാഥോഡ് ഉണ്ട്. ആനോഡിൽ എന്താ നടക്കുന്നത്, ഓക്സിഡേഷൻ. Zn2+ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ഡിസോൾവ് ചെയ്യും. അതെന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നതാണോ Pb എന്തായി മാറി, PbSO4. ഇതെന്താ, അത് ലിക്വിഡ് അല്ലേ, ഓക്സിഡേഷൻ ആണ് അല്ലേ. Pb2+ എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് ആയിട്ട് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എടുത്തേക്കുന്ന ആനോഡ് എന്തായും അതിലേക്ക് ലിക്വിഡിലേക്ക് എന്ത് ചെയ്യും, ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കും. കാഥോഡ് എന്ത് പറ്റും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അല്ലേ. നോക്കാം, കാഥോഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും കേട്ടോ. ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ നേരെ
ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇതാണ് ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി ഇതിന്റെ ഓവറോൾ എഴുതാം. ഓവറോൾ എഴുതുമ്പോൾ നോക്കിയേ എന്തായിരിക്കും കോമൺ ആയിട്ടുള്ളതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്ത് നിങ്ങള് ഇതിവിടെ പറ്റില്ല അല്ലെ? ഓർത്ത് വെക്കാം. 2 ഇലക്ട്രോൺസ് ക്യാൻസൽ ആയി പോകും. പിന്നെ എന്തൊക്കെ വരും അല്ലെ? ഓർത്ത് വെക്കാം. PbSO4 H2O ആകെ ക്യാൻസൽ ആയി പോകുന്ന ഇത് മാത്രമേ ഉള്ളൂ. 2 ഇലക്ട്രോൺസ്. പിന്നെ അത് ജോയിൻ ചെയ്യും അല്ലെ? ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? Pb പ്ലസ് PbO2 പ്ലസ് SO4 എത്ര ഉണ്ടോ? 2 ഉണ്ട് അല്ലെ? SO4 2 ഇല്ലേ? ഓർത്ത് നോക്കാം. അതും 2 H കൂടി ചേർന്ന് എന്ത് പറ്റും? H2SO4 കേട്ടോ. ഓർത്ത് നോക്കാം. H2SO4. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ ബുക്കിൽ നോക്കിയ സമയത്ത് ചില ബുക്കുകളിൽ അത് അങ്ങനെ ആവുന്നില്ല. മനസ്സിലായി? 2H2SO4. എത്ര SO4 ഉണ്ട് ഇപ്പൊ? 2. എത്ര H ഉണ്ട്? 4. ഉണ്ടോ? ഒരുമിച്ച് ചേർത്തില്ല. ഇനി നിങ്ങൾക്ക് അതല്ല 4H പ്ലസ് SO4 2 അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഐഡിയ മനസ്സിലാവും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ് ഞാനിപ്പോ നോക്കി ഇത് ഇങ്ങനെ എഴുതിയത്. ഇനി അല്ല നിങ്ങൾക്ക് അത് ഡൗട്ട് ഉണ്ടെങ്കിൽ 4H പ്ലസ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി വെച്ചു. SO4 2 മൈനസ് എന്നുള്ളതും 2 അപ്പൊ എന്തായാലും 2SO4 2 മൈനസ് അങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. പേടിക്കണ്ട കേട്ടോ. നോക്കാം. ഓവറോൾ ആണ്. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും? ഇവിടെയുള്ള സൈഡ് മുഴുവൻ അങ്ങനെ എഴുതാം. SO4 വരുന്നുണ്ട് 2 PbSO പ്ലസ് എന്ത് വരും? 2H2. ഇതാണ് ഓവറോൾ കേട്ടോ. ഓവറോൾ വേഗം എടുത്ത് കേട്ടോ. ബാറ്ററിയില് ഇപ്പൊ കഴിഞ്ഞേക്കുന്ന എന്തായിരുന്നു? സെക്കൻഡറി ബാറ്ററി, ലെഡ് സ്റ്റോറേജ് ബാറ്ററി കേട്ടോ. ഇപ്പൊ വന്നേക്കുന്ന ആള് വേറെ ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാറ്ററി സ്റ്റോപ്പ് ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മള് 4 കേസ് കൂടെ ടോക്കൻസ്. അപ്പോ ഇവരുടെ ആരെങ്കിലും ബാച്ചിലാണോ ഇരിക്കുന്നത്? ടോക്കൻസ് ആണോ? അല്ല, നിങ്ങളുടെ അല്ല. ഓക്കെ, വേറെ ഡിവിഷനാണ്. അനന്തിന്റെ അല്ലെ? അന്ന് വന്നിട്ട്. അപ്പോ പുറത്ത് വെക്കാം. നമ്മള് ഇത് 4 ചാപ്റ്റേഴ്സ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞ റിവിഷനാണ് ആക്ച്വലി തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ നോട്ട് ഒന്ന് കളക്ട് ചെയ്യേണ്ടി വരും. എന്നിട്ട് ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യും. തനിക്ക് എവിടെയാണോ ഡൗട്ട് അത് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. എന്നിട്ട് അങ്ങനെ പതുക്കെ പോവാം. തനിക്ക് അറിയാത്ത അങ്ങ് ഇതായിട്ട് പറയാം. എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞിട്ട് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓർക്കുക. പിന്നെ വിഷമിക്കണ്ട, ഞാൻ ഇന്റിവിജ്വലി ചോദിക്കും. ഇൻഡിവിജ്വലി ചോദിക്കുക എല്ലാവരുടെ അടുത്തും കേട്ടോ. ഇപ്പൊ ഇന്ന് പറഞ്ഞേക്കുന്നത് ഇയാളാണ്. ഇന്ന് രാത്രി 9 o'clock വരുമ്പോ ഇയാൾ വന്ന് തന്നെ പറഞ്ഞു കേൾപ്പിക്കാം അല്ലെ? പുറത്തു നോക്കാം പറഞ്ഞിട്ട് അല്ലെ? പുറത്തു പോയേക്കും. നാളെ എക്സാം ആണ്. അപ്പൊ എന്തായാലും പഠിക്കുള്ളൂ. പുറത്തു നോക്കാം. അയാൾ സൊല്യൂഷൻ ആയിട്ട് എടുത്തില്ല. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത വീക്കിൽ മുതൽ ഇങ്ങനെ ഡിവിഷൻ ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് വരുന്ന ഒരു 4-5 ക്ലാസ്സോളം റിവിഷനാണ് എന്ന് പറഞ്ഞാൽ ഈ 4 ചാപ്റ്റർ എടുത്ത് റിവൈസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പോകുള്ളൂ. ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഡിസ്കഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ എക്സാംസ് വരുന്ന ചാപ്റ്റേഴ്സ് ഇപ്പൊ അല്ലെ, ഇവർക്കൊക്കെ കോർഡിനേഷൻ കോമ്പൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എക്സാം ഒക്കെ വരുമ്പോൾ ഇടയ്ക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു 4 അല്ലെങ്കിൽ 5 ക്ലാസ് എന്തായാലും റിവിഷൻ ആയിട്ട് തന്നെ വരും. അപ്പൊ അത് ക്ലിയർ ചെയ്ത് പോകണം. നോട്ടൊന്നും എഴുതാൻ നോക്കുക അവരുന്ന് കേട്ടോ. അവർ തന്നിലേക്ക് പറഞ്ഞേക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അതില് നോട്ട് കൊടുക്കൂലേ? കൊടുക്കൂലേ കേട്ടോ. നിങ്ങൾ ടോപ്പിക്സിലുള്ള കുട്ടികൾ തന്നെ നോട്ടൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അതൊന്ന് എഴുതി വെക്കാം. ബുക്കൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ തരാം. അപ്പൊ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന അടുത്തത് ഒന്ന് എഴുതിക്കോ കേട്ടോ. നിക്കൽ കാഡ്മിയം ബാറ്ററി. നെക്സ്റ്റ് എഴുതിക്കോ. നിക്കൽ കാഡ്മിയം ബാറ്ററി. നിക്കൽ കാഡ്മിയം ബാറ്ററി. നിക്കൽ കാഡ്മിയം ബാറ്ററി. അണ്ടർലൈൻ ചെയ്യാം. അതിൽ ആനോഡ്, ഫസ്റ്റ് ആനോഡ് ഹൈഫൺ കാഡ്മിയം. ആനോഡ് ഹൈഫൺ കാഡ്മിയം. കാഥോഡ് ഹൈഫൺ
nickel, cathode hyphen nickel. Then electrolyte, sodium or potassium hydroxide, sodium or potassium hydroxide. NaOH or KOH. Or on at all. Sodium or potassium hydroxide. Sodium or potassium hydroxide. Anode is the cathode is the electrolyte. The next uses hyphen. നേരത്തെ എഴുതിയ അതേ പോയിന്റ് തന്നെ എന്തായിരിക്കും? Automobiles. ഓട്ടോമൊബൈൽ ആൻഡ് Inverters. ഇൻവെർട്ടേഴ്സ്. കേട്ടോ ഓർത്ത് നോക്കാം. ഓട്ടോമൊബൈൽ ആൻഡ് ഇൻവെർട്ടേഴ്സ്. പിന്നെ കേട്ടോ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി കേട്ടോ. ഓട്ടോമൊബൈൽ ആൻഡ് ഇൻവെർട്ടേഴ്സ്. ഓട്ടോമൊബൈൽ ആൻഡ് ഇൻവെർട്ടേഴ്സ്. നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജ് എഴുതാം നമുക്ക്. നിക്കൽ കാഡ്മിയം ആ യൂസസിന്റെ താഴെ എഴുതി വെക്കുക. Nickel cadmium cell which has longer life, nickel cadmium cell which has longer life, nickel cadmium cell which has longer life than the lead storage cell, longer life than the lead storage cell, more efficient ആണ് അല്ലേ? But more expensive to manufacture. But more expensive to manufacturers. But more expensive to manufacturers. More expensive to manufacturers. കേട്ടോ ഞാൻ പറഞ്ഞു പ്രീമിയം വണ്ടികളിൽ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും അതിന്റെ ലൈഫ് കൂടുതലാണ്, എഫിഷ്യൻസിയും കൂടുതലാണ്. കേട്ടോ ഓർത്ത് നോക്കാം. ദെൻ അത് വേറൊരു ഇതുണ്ട്. ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ലെഡ് എന്ന് പറയുന്നത് ആ ബാറ്ററി ചീത്തയായി കഴിയുമ്പോൾ ആ ലെഡ് എന്ന് പറയുന്നത് ക്യാൻസർ പോയിസണസ് ആണെന്നൊക്കെ പറഞ്ഞൊരു റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ട് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നതിന് എന്താണ് പൊല്യൂഷൻ ഉണ്ട് എന്ന് പറയും. കേട്ടോ കമ്പാരിറ്റീവ്ലി നിക്കൽ കാഡ്മിയം ബാറ്ററിക്ക് എന്തില്ല, പൊല്യൂഷൻ കുറവാണ്. അങ്ങനെ പറയാറുണ്ട് ആക്ച്വലി വരുന്നത്. നിങ്ങൾക്ക് CBSE ആദ്യമായിട്ടൊരു കൊറോണയ്ക്കൊക്കെ മുമ്പായിട്ട് ഒരു 6 years ബാക്ക് ആണ് തോന്നുന്നു വാല്യൂ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നിന്നായിരുന്നു. ഒരു ഫാദറും മോനും കൂടി എൻ്റെ ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നു. അങ്ങനെ വന്ന സമയത്ത് ഒരാളുടെ സജഷൻ എന്ന് പറഞ്ഞ മകന്റെ സജഷൻ ആണ് ഇത് വാങ്ങിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ഒപ്പീനിയൻ, എന്തായിരിക്കും ആ കുറിച്ച് പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂ ആണ്. പിന്നെ വാല്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കുറേ കാര്യങ്ങളൊക്കെ എഴുതി പോകാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ എഴുതുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൊല്യൂഷൻ ലെസ് ആണ്. എന്തിന്? നിക്കൽ കാഡ്മിയം. കേട്ടോ അതൊന്ന് ഓർത്ത് നോക്കാം. ദെൻ നമുക്ക് റിയാക്ഷൻ ആണ് കേട്ടോ. റിയാക്ഷൻ ഓവറോൾ മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ, അത് മാത്രം എഴുതിയാൽ മതി. റിയാക്ഷൻ ഓവറോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഓവറോൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. വേഗം CD plus 2NiOH thrice is CDO plus 2NiOH twice plus H2. എഴുതിയോ? നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്ത് വരുന്ന ഫ്യൂവൽ സെൽ ആണ്. അടുത്ത ഹെഡിങ് എഴുതുക ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ നെക്സ്റ്റ് ഫ്യൂവൽ സെൽ.
ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഫ്യൂൽ സെല്ലിലെ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഗാൽവാനിക് സെൽ ഫ്യൂൽ സെല്ലിലെ ഫസ്റ്റ് പോയിന്റ്. Galvanic cells that are designed to galvanic cells that are designed to galvanic cell that are designed to convert the energy of combustion of fuels like hydrogen. Galvanic cells that are designed to convert the energy of combustion of fuels like hydrogen, methane, methanol, etc. directly into electrical energy are called fuel cell. Electrical energy are called fuel cell. First fuel cell ഒരു ഡെഫിനിഷൻ ആണ് ആക്ച്വലി പറയുന്നത്. Then fuel cell നമുക്ക് എക്സാമ്പിൾ ഒന്ന് എഴുതി. എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ കേട്ടോ. അതിന്റെ താഴെ ആ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ല് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു പിക്ചർ ഒക്കെ ഉണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നോക്കാം, ഒന്ന് എഴുതിക്കോ. എഴുതുന്ന പോർഷൻ ഒന്ന് എഴുതി വെച്ചു. In the cell hydrogen and oxygen are bubbled through in the cell hydrogen and oxygen are bubbled through porous carbon electrodes bubbled through porous carbon electrode into concentrated aqueous sodium hydroxide solution. Concentrated aqueous sodium hydroxide solution. Full stop. Catalyst like finely divided platinum. Catalyst like finely 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 divided platinum or palladium metal incorporated into the electrode for increasing the rate of electrode reaction. Increasing the rate of electrode reaction. Increasing the rate of electrode reaction. Okay. Then ഇതിന്റെ ഒരു പിക്ചർ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ആ പിക്ചർ ഒന്ന് വരക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ഒക്കെ ചെയ്തു തരാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്യൂൽ സെല്ലാണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫ്യൂൽ സെൽ ആയിട്ട് വരുന്നത്.
ഹൈഡ്രജൻ ആണ് ഇതിൽ വരുന്നത്. ഒന്ന് വരച്ചോട്ടോ, ഞാൻ വരച്ചു. വരാം കേട്ടോ. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോഡ്. ഇപ്പൊ കാണാതെ പറയണം കേട്ടോ, ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം കേട്ടോ. ഇത് മുഴുവൻ. അപ്പോ ആദ്യം നമുക്ക് ഇതൊന്ന് നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ വരും നോക്കിയേ. A galvanic cell that are designed to combustible gas LPG അല്ലേ? പിന്നെന്താണ് കത്തിക്കുന്ന എന്ത്? പെട്രോള്. അവിടേക്ക് ഈ പെട്രോളൊക്കെ കത്തിച്ച എന്താ ഉണ്ടാവുന്നത്? നിങ്ങൾ വണ്ടിയിലൊക്കെ എന്താ സംഭവിക്കുന്നത്? എഞ്ചിനിൽ കത്തിച്ചാൽ കുറെ എനർജി എന്തായിട്ട് പോകും? ഹീറ്റ് ആയിട്ട് പുറത്തേക്ക് വരും അല്ലെ? ഇവിടെ വണ്ടികൾ കൂടും തോറും അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് കൂടും? ഹീറ്റ് എനർജി കൂടുതൽ വരും അല്ലെ? AC ഉപയോഗിക്കുമ്പോഴൊക്കെ അങ്ങനെയാ വരുന്നത്, പുറത്തേക്ക് ഹീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അകത്ത് തണുപ്പ് വരുമ്പോ. അപ്പോ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ എനർജി വെറുതെ ആയിട്ട് പോവല്ലേ, ഇവിടെ അതുണ്ടാവില്ല. അതെന്ത് ചെയ്യും? ഡയറക്ട്ലി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി. ശ്രദ്ധിച്ചോ, കമ്പസ്റ്റബിൾ ഗ്യാസിനെ കത്തിക്കാതെ എന്തിലേക്ക് വിടും? ഡയറക്ട്ലി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ എഫിഷ്യൻസി എന്ത് ചെയ്യും? കൂടും. കത്തിക്കാതെ നേരെ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി വരുന്നതാണ്. അതാണ് കമ്പസ്റ്റബിൾ ഗ്യാസ് അല്ലെ? ഗാൽവാനിക് സെൽ ദാറ്റ് ആർ ഡിസൈൻഡ് ടു കമ്പസ്റ്റബിൾ ഗ്യാസ് ഡയറക്ട്ലി ടു ഇലക്ട്രിസിറ്റി അല്ലെ? ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കിട്ടണം നിങ്ങൾക്ക്. അപ്പൊ ആരൊക്കെയായിരുന്നു കത്തിക്കുന്ന ഗ്യാസ് ഇവിടെ പറയുന്നത്? അല്ലാതെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ, ഓക്സിജൻ, മീഥേൻ. ആദ്യത്തെ മീഥേൻ അല്ലെ? ഓർത്ത് നോക്കാം. അപ്പൊ അങ്ങനെയുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ചെയ്യാം. എന്താണ് ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററി വെക്കാം അല്ലെ? ഗാൽവാനിക് സെൽ ദാറ്റ് ആർ ഡിസൈൻഡ് ടു എങ്ങനെയാണ് കത്തുന്ന ഗ്യാസുകൾ അല്ലെ? ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ കത്തും. ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലാതെ ഉപയോഗിക്കുന്നത് എവിടെയായിരുന്നു? ഹൈഡ്രജനും ഓക്സിജനും കൂടുതലായിട്ട് ഫ്യൂവൽ ആയിട്ട് എവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? റോക്കറ്റ് ഫ്യൂവൽ. വെരി ഗുഡ്. റോക്കറ്റിന്റെ ആ ഒരു എഞ്ചിന്റെ ഒരു ലെവലിൽ ഏറ്റവും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് റോക്കറ്റ് ഫ്യൂവൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്കൊരു ചാപ്റ്റർ ഡിലീറ്റഡ് ആയിരുന്നു ഹൈഡ്രജൻ എന്ന് പറയുന്നത് 11th. അതിലെ ലാസ്റ്റ് പേജിൽ ഹൈഡ്രജൻ എക്കോണമി എന്ന് പറയുന്ന വലിയൊരു സംഭവം ഉണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോ എനിവേ നമ്മൾ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിട്ട് ഓർത്ത് പോകുക. കമ്പസ്റ്റബിൾ ഗ്യാസ് ആരൊക്കെയായിരുന്നു? ഹൈഡ്രജൻ, ഓക്സിജൻ ഡയറക്ട്ലി കൺവേർട്ട് ടു ഇലക്ട്രിക്കൽ എനർജി. ആനോട് അത് കുടിക്കണം ഉണ്ടോ? ഇതിന്റെ ബൈ പ്രോഡക്റ്റ് എന്താ? വാട്ടർ, H2O. അപ്പോ ഇത് ആദ്യമായിട്ട് നന്നായിട്ട് ഉപയോഗിച്ചത്, നല്ല ഫേമസ് ആയത് അപ്പോളോ സ്പേസ് റിസർച്ച് പ്രോഗ്രാമിൽ ഉപയോഗിച്ചു. ഇപ്പൊ ഇതിന്റെ കാറൊക്കെ ഉണ്ട്. നാഷണൽ ജിയോഗ്രഫിക് ആയിട്ടുള്ള അതിന്റെ മാഗസിൻസിൽ ഒരു 5 years മുമ്പ് ഉള്ളത് നിങ്ങൾ എടുത്ത് നോക്കിയോ, അതിന്റെ ബാക്ക് പേജിൽ മുഴുവൻ H2O എന്ന് പറഞ്ഞൊരു കാറിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമായിരുന്നു. നമ്മുടെ കേരളത്തിൽ ഒരാൾ വാങ്ങിച്ചിരിക്കുന്നത് മൂന്നാറാണ്. കഴിഞ്ഞ വർഷമാണ് കേരളത്തിൽ ഒരാൾ കൺസെപ്റ്റ് മോഡലായിട്ട് വാങ്ങിച്ചു അല്ലെ? അയാളുടെ ബുദ്ധിമുട്ട് എന്തായിരിക്കും? ഹൈഡ്രജനും ഓക്സിജനും ഫ്യൂൽ സെല്ലായിട്ട് വേണം സിലിണ്ടറിൽ. ഐഡിയ മനസ്സിലാവും. അല്ലാതെ വണ്ടി ഇതില്ല. പക്ഷെ അതൊരു കൺസെപ്റ്റ് മോഡലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൂന്നാറില് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ പേപ്പറിൽ വാർത്ത വന്നിരുന്നു കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഇതുണ്ട്. സാധാരണ പല ഇതിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നോർമൽ ആയിട്ട് വരുന്നില്ല. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ പറയണേ? പൊല്യൂഷൻ ഉണ്ടാവില്ല.
മറ്റേതിൽ ഭയങ്കര പൊല്യൂഷൻ ആയിട്ട് അല്ലേ. നമുക്ക് ഇലക്ട്രിക് ഇപ്പൊ കൊടുക്കാൻ കാരണം എന്താ? പ്രൊമോട്ട് ചെയ്യാനായിട്ട്, പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓർത്ത് നോക്കാം, നമ്മൾ അറിയാലോ 50 years കഴിഞ്ഞാല് ഈ കൊച്ചിയിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ഇതേ രീതിയിൽ, ഇതിനേക്കാളും കൂട്ടണ്ട ഇതേ രീതിയിൽ തന്നെ വണ്ടികൾ എല്ലാവരും ഉപയോഗിച്ചാല് 50 വർഷം കഴിയുമ്പോൾ ഈ കടവന്ത്ര ഉണ്ടാവില്ല എന്നാണ് ഗൂഗിൾ മാപ്പില് ക്ലിയർ ആയിട്ട് പേപ്പറിലൊക്കെ നല്ലോണം ഡിസ്കഷൻ ഉണ്ടായിരുന്നതാണ്. ഇതിൽ പോകും. അപ്പൊ അതുപോലെ വേൾഡിൽ എല്ലായിടത്തും പോകും അല്ലെ. ഏറ്റവും വലിയ ഐസ്ലാൻഡ് മെൽറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഇതൊക്കെ വായിച്ചോ അല്ലെ, നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരെ റിവേഴ്സ് പ്രോഗ്രാമ ചെയ്യുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. എനിവേ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് 2 മെയിൻ ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ഇത് പറഞ്ഞില്ല, ഇതിൽ നോക്കിയേ ഹൈഡ്രജനും ഓക്സിജനും വന്നു. ഇത് ഹൈലി എക്സ്പെൻസീവ് ആവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇത് കണ്ടോ, റോഡ് അല്ലെ. ഇത് ഈ റോഡ് എങ്ങനെയാ പഠിപ്പിച്ചേക്കുന്നത്? പോറസ് കാർബൺ റോഡ്. ആ വേർഡ് ഒന്ന് വായിച്ചു നോക്കിയേ, പോറസ് കാർബൺ റോഡ് അല്ലെ. കണ്ടോ, പോറസ് കാർബൺ റോഡ്. അവിടെ എന്തുണ്ട്? NaOH അല്ലെ. ഈ മിഡിലൊക്കെ NaOH ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ് ഏതൊക്കെയായിരുന്നു? KOH അല്ലെ. ഓർത്ത് നോക്കാം, ആ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. പക്ഷെ അതല്ല പ്രശ്നം, അവിടെ ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു. അതാരാണ്? പലേഡിയം ഓർ പ്ലാറ്റിനം. അതൊരു പൗഡർ പോലെ ആക്കിയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇത് എക്സ്പെൻസീവ് ആവുന്നത്. അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാം ഇത് അല്ലെ. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നല്ല പ്യൂർ വാട്ടർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലെ, ഒരു പൊല്യൂഷൻ ഇല്ല, വളരെ ഹാപ്പി ഗ്രീൻ അല്ലെ, നല്ല രസമായിട്ട് പോകുന്നു. ആ രീതിയിലൊക്കെ വരും. പക്ഷെ ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ് ആക്ച്വലി. ഇത് അല്ലെ, ഒരു സ്പോഞ്ച് ഒക്കെ ഇമാജിൻ ചെയ്യുക, കാർബണിന്റെ. അതിന് ചുറ്റിനും എന്തുണ്ടാവും? പ്ലാറ്റിനം ഓർ പലേഡിയം എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നോക്കാം, ഹൈലി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് ഓർക്കുക. ഒന്ന് ഇമാജിൻ ചെയ്ത് പഠിച്ചേ. എങ്ങനെയാ സെൽ കൺസിസ്റ്റ് ചെയ്തേക്കുന്നത്? എന്തായിരുന്നു അല്ലെ? മെയിൻ ആയിട്ട് എന്തായിരുന്നു? കാർബൺ അല്ലെ. പോറസ് കാർബൺ റോഡ് ഉണ്ട്. അതില് എന്തൊക്കെയായിരുന്നു? NaOH അല്ലെങ്കിൽ KOH. പിന്നെ മൂന്നാമത്തെ എന്തായിരുന്നു? ആക്ച്വലി കാറ്റലിസ്റ്റ് ലൈക്ക് പ്ലാറ്റിനം ഓർ പലേഡിയം കേട്ടോ. നോക്കുക, അതാണ് എൻഹാൻസ് ചെയ്യുന്നത്. ഇത്രയും ഈ പിക്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം. ഇനി നമുക്ക് ഇതില് റിയാക്ഷൻസ് എഴുതാനുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ്, യൂസസിൽ എന്തൊക്കെ എഴുതും? അപ്പോളോ സ്പേസ് റിസർച്ചിൽ ഉപയോഗിച്ച കാര്യം. പിന്നെ ഇതിന്റെ എഫിഷ്യൻസി, തെർമൽ പ്ലാന്റ് ഇതുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 70% എഫിഷ്യന്റ് ആണ് കമ്പാരിറ്റീവ്ലി. ഇത് 40% ആണ് മറ്റേതിന്റെ. അപ്പോൾ ആ 2 കമ്പാരിസൺ, അങ്ങനെ 4 പോയിന്റ്സ് ആണ് ഇനി നമുക്ക് എഴുതാനായിട്ടുള്ളത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ യൂസസ് എഴുതിക്കോ, എന്നിട്ട് ലാസ്റ്റ് മാത്രം റിയാക്ഷൻ. എല്ലാത്തിലും അങ്ങനെയല്ലേ നമ്മൾ ചെയ്തേ. അപ്പോൾ യൂസസ് ഏതാ? നമ്മള് ഇത് കണ്ടോ, ഈ സംഭവം കണ്ടോ, ആനോഡ്. ഈ H+ ഉണ്ടാവും. നേരത്തെ ഒക്കെ കണ്ട പോലെ എന്തോരും 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ഹൈഡ്രജൻ ഉണ്ടാവും, H+ ആവും. H+ ആവുമ്പോൾ എന്ത് വരും? അവിടെ നിന്ന് ഇലക്ട്രോൺസ് വരും. ആ ഇലക്ട്രോൺസ് അത് സ്വീകരിപ്പിക്കും. മനസ്സിലായി? നമ്മൾ നേരത്തെ ഇലക്ക അങ്ങനെയാ വരുന്നത്. നമുക്ക് ഇലക്ട്രിസിറ്റി അവിടെ നിന്ന് ഉണ്ടാക്കാമല്ലേ, മണ്ണിൽ നിന്ന് ഉണ്ടാക്കാം. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ LED ഒക്കെ ലൈറ്റ് ഒക്കെ കത്തിക്കാറില്ല, തക്കാളിയൊക്കെ കുത്തി വെച്ചിട്ട്. ഇവിടെ ഇരിക്കേണ്ട ഒരു സാധനം അല്ലെ. അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി വരാം. അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് കൊമേഴ്ഷ്യൽ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഫിസിക്സിൽ കണ്ടുപിടിച്ചത്. അപ്പൊ അതുപോലെ ഇവിടെ നിന്ന് ഇത് അല്ലെ പെട്ടെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ എളുപ്പം വരുന്നതാണ് അല്ലെ. വാട്ടിനൊക്കെ നമുക്ക് ഈസിയാണ്. പക്ഷെ ഇവിടെ എന്ത് വരും? ഈ റോഡ് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പൊ എപ്പോഴും ഇപ്പൊ നിങ്ങള് അടുത്തതിൽ എക്സ്പെരിമെന്റ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം ഓൾട്ടർനേറ്റീവ് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും അല്ലെ? അങ്ങനെയാവും വരുന്നത് അല്ലെ. അപ്പൊ ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ കൊടുത്തിട്ടൊക്കെ കത്തുന്ന ഒരു ഇതൊക്കെ വരും അല്ലെ. ഇതൊക്കെ അപ്പൊ അങ്ങനെ 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 മാറും. മറ്റേ 5 ഇയർ കഴിയുമ്പോ ആർക്കും ജോലി ചെയ്യേണ്ടി വരില്ല എന്ന് പറയണേ. എയുടെ ഏറ്റവും ഇതായി കഴിയുമ്പോ. അപ്പൊ എന്താ പറയാ, നിങ്ങള് കഷ്ടപ്പെടണം അതിന് വേണ്ടിയിട്ടായിരിക്കും, ജോലിയൊന്നും ഇല്ല എന്നുള്ള രീതി എന്നൊക്കെ പറഞ്ഞ വിഷമം എന്ന് പറയുന്നത്. എനിവേ എഴുതിക്കും കേട്ടോ. യൂസസ് കേട്ടോ, യൂസസ് എഴുതി വെക്കാം. ഒരു ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു. The cell was used for providing electrical power. The cell was used for providing electrical power in the Apollo space program. Electrical power in the Apollo space program. Electrical power in the Apollo space program.
അറിയാലോ അപ്പോളോ സ്പേസ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് മൂൺ. വലിയ പ്രൊജക്ടുകളാണ് ആക്ച്വലി വരുന്നത് അപ്പോളോ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് അടുത്ത ലൈനിൽ എഴുതി നോക്കാം. Fuel cell produce electricity. Fuel cell produce electricity. ഇല്ല, യൂസസിനാണല്ലോ സെക്കൻഡ് പോയിന്റ്. ശരിക്കൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി. Fuel cell produce electricity with an efficiency of about 70%. Fuel cell provide electricity with an efficiency of about 70% compared to thermal plant. Compared to thermal plants whose efficiency is about 40%. Whose efficiency is about 40%. 40. Then any reaction ആണ് കേട്ടോ. Reactions. അല്ല, അത് കത്തിക്കാം. അതാണ് കത്തിക്കാൻ എന്ന് പറഞ്ഞാൽ കമ്പഷൻ എന്ന് പറയും. CH4 plus O2 ഗീസ് എന്ത് വരും? CO2 plus H2. അതാണ് കത്തിക്കുന്നതിന് പകരം ഇതിൽ കൂടി ഇടുമ്പോൾ എന്താണ് ആ ഹീറ്റ് എനർജി പോലും ഇല്ലാതെ അതും കൂടി എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? അതാണ് എഫിഷ്യൻസി. കത്തിച്ചെന്ത് വരും? എനർജി വരും. ആ എനർജിനെ നമ്മൾ എന്ത് ചെയ്യും? തെർമൽ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന പോലെ എടുത്ത് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റാൻ പറ്റും. മറ്റേ കറങ്ങി അങ്ങനെയുള്ളത്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു വണ്ടി വന്നാൽ അവന് സൗണ്ടോ അല്ലെങ്കിൽ എഞ്ചിന്റെ ബഹളമൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയിൽ 4 സിലിണ്ടർ ആണ്. വാട്ട് യു മീൻ ദാറ്റ് തിങ്സ്? 4 സിലിണ്ടർ ആണെന്ന് പറയും. എഫിഷ്യൻസി കൂടും, പവർ കൂടും, സൗണ്ട് കുറയും. മനസ്സിലായി? അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പഷൻ ഫ്യൂവൽ അത്രയും ടോണിൽ കൂടി എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആ എനർജി യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ഇക്വേഷൻ എഴുതിക്കോ കേട്ടോ. ഇക്വേഷനിൽ ആദ്യം നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓവറോൾ എഴുതിയിട്ട് അതിൽ നിന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓവറോൾ എഴുതിയിട്ട് നമ്മൾ എടുക്കാൻ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ആരെയാ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തത്? ഓവറോൾ എഴുതിയിട്ട് പഠിപ്പിക്കാനായിട്ട് ഇലക്ട്രിക് കെമിസ്ട്രി ആർക്കായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എക്സാം എന്ന് പറഞ്ഞത്? ആരോ പറഞ്ഞു. അന്ന് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? എന്താ ചെയ്തതെന്ന് പറഞ്ഞേ. എക്സാമിന് ഉണ്ടായിട്ട് നമ്മൾ ചെയ്ത കേട്ടോ. ഇപ്പൊ എഴുതണ്ട, നമ്മള് ഓർത്ത് വെക്കുക. ഭയങ്കര ഈസിയാണ്. ആദ്യം H2 plus O2 gives എന്തായിരിക്കും? H2O. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ഓക്സിജൻ 2 ആണ്. അപ്പൊ ഇവിടെ 2 കൊടുക്കും, ഇവിടെയും 2 കൊടുക്കും അല്ലേ? 2H2 പഠിച്ചിട്ടില്ലേ? 2H2 plus O2 gives 2H2O. പണ്ട് കത്തിക്കുന്ന അതേ സ്റ്റൈല് തന്നെയാണ് ഓവറോൾ ഇക്വേഷൻസ് വന്നേക്കുന്നത്. അപ്പോ ഈ ഓവറോൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ആദ്യം നമ്മൾ ആനോഡിനെ പഠിക്കാം. ഈ 2H2 പിടിച്ച് മുകളിലേക്ക് ഇടാം. 2H2 ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആനോഡ്. ഈ ആനോഡിൽ നിന്ന് വാട്ടർ തന്നെയാണ് ഫോം ചെയ്തത്. അപ്പോ ഇവിടെ വാട്ടർ ഫോം ചെയ്യുന്നത് 4H2O ആണ്. 4H2. ഇവിടെ 2H2 വന്നിട്ടുണ്ട്, ഇവിടെ 4H2. ഹൈഡ്രജൻ ഓക്കെ ആണ് ആക്ച്വലി വരുന്നത്. ഇനി ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് 4OH മൈനസ് കൊടുക്കും. 4OH മൈനസ്. ഇവിടെ 2 × 2 4. ഇവിടെ 4 × 2 8 ആണ്. ഇപ്പൊ നോക്കിയേ, അത് എളുപ്പമായി അല്ലേ? ഓർത്ത് പഠിക്കാൻ ഓർത്തിരിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഇത് നേരെ ഇവിടെ ഫിറ്റ് ചെയ്യും. ഇനി വാട്ടർ ആണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. വാട്ടർ 4H2O എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. ദെൻ ഇവിടെ നിന്ന് ഇത്രയും ഹൈഡ്രജന് ഡിഫറൻസ് കണ്ട സമയത്ത് അവിടെ 4 ഇലക്ട്രോണിന്റെ ഡിഫറൻസ് വരും. എത്ര ഹൈഡ്രജൻ ആണോ അതിന് ഈക്വലന്റ് ആയിട്ടാണ് ഇലക്ട്രോൺ വരുന്നത്. 4 ഇലക്ട്രോൺസ്. ഇതാണ് ഫസ്റ്റ് ലെവലിൽ വരുന്നത്. ഒന്നല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഐഡിയാസ് കൊണ്ടുവന്ന് നമുക്ക് പഠിക്കാം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. ഇനി നെക്സ്റ്റ് ഇവിടെ O2 ഉണ്ട്. ആ O2നെ തന്നെ ഇവിടെ എടുക്കാം. അപ്പൊ ഇത് എന്തായിരിക്കും? ആനോഡ്.
ഇനി കാഥോഡ് എന്ന് പറയുമ്പോൾ ഓക്സിജന് വരുന്ന ചേഞ്ച് ആണ് നമുക്ക് വരുന്ന എന്താ കാഥോഡിൽ വരേണ്ട ഒരു ഏരിയ വരുന്നത്. അപ്പൊ കാഥോഡിൽ ആദ്യം ഒരു O2 ഉണ്ട്. ദെൻ ഇവിടെ നമ്മൾ നേരെ ഈ 4OH എന്തായാലും ക്യാൻസൽ ചെയ്യണം. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാൽ മതി. 4OH എന്തായാലും ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ H ഇല്ലല്ലോ. അപ്പൊ ഉറപ്പായിട്ട് എന്ത് വരും? 4OH ഓപ്പോസിറ്റ് വരും. അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും എളുപ്പത്തിന്. അപ്പൊ എന്ത് ചെയ്യാം? 4OH എന്ന് പറയുന്നത് 2H2O ഇനി ഇതെന്തായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ 4OH കൊടുക്കാൻ കാരണം എന്താ? ഇവിടെ 4OH ഉണ്ട്, ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഇതിലേക്ക് എത്താം. നമുക്ക് ലാസ്റ്റ് ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എന്ന് പറഞ്ഞു നോക്കി. എന്തായിരിക്കും? 2H2. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ 2H2O ഇട്ട് കഴിഞ്ഞാലാണ് ഇവിടെ നിന്ന് ഈ 4H2O ക്യാൻസൽ ചെയ്ത് ഈ 2H2O കിട്ടുള്ളൂ കേട്ടോ. കാണാതെ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണം. അല്ലെങ്കിൽ ഇങ്ങനെ 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 പൈകാട്ടി കിട്ടി വരുന്ന. ഇനി എന്തായിരിക്കും ഇവിടെ എത്ര ഇലക്ട്രോൺ കൊടുക്കണം? അവിടെ 4 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 4 ഇലക്ട്രോൺ ഉണ്ട്. ഇതിലൊന്നും ഇലക്ട്രോൺ ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇലക്ട്രോൺ 4 ഇലക്ട്രോൺ എവിടെ കൊടുക്കണം? ഈ സൈഡിൽ കേട്ടോ. അപ്പൊ ഇങ്ങനെ ലോജിക്കിൽ വെച്ച് പഠിക്കാം, അല്ലെങ്കിൽ കാണാതെ പഠിക്കാം. രണ്ട് ഐഡിയ കൊണ്ടുവരാൻ നമുക്ക് 4 ഇലക്ട്രോൺ. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഫേമസ് ആണ്. എന്തായിരുന്നു? 2H2 + O2 gives 2H2. ദെൻ നേരെ 2H2 നെ ആദ്യം എടുത്തെഴുതി. ഇനി ആകെ പഠിക്കേണ്ടത് 2H2 ൽ നിന്ന് 4H2O വരും. അത് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ ഇതിനകത്തുണ്ട്. 2H2 ൽ നിന്ന് 4H2 എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ബാക്കി OH അല്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം ഈ 4H2O ഇത് 2H2O ഉണ്ട്, ബാക്കി 4OH കൊടുക്കണം. എന്നാലേ 8 ആവുള്ളൂ. 4 × 2 8. ഇത് 2 × 2 4 ആണ്. അപ്പൊ ബാക്കി 4OH അത്ര എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പില് O2 ഇവിടെ എന്തായാലും എഴുതണമല്ലോ. ഉണ്ടോ? ഇതെന്തായിരുന്നു? ആനോഡ്. ഇതെന്തായിരിക്കും? കാഥോഡ്. Then next O2 ഇവിടെ എഴുതി. Then O2 എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം ഇവിടെ 4OH ഉണ്ട്, അത് ഇതിലില്ല. അപ്പൊ 4OH ഇവിടെ എടുത്തെഴുതണം. എന്നാലേ അത് കട്ട് ചെയ്ത് ക്യാൻസൽ ആവുള്ളൂ. അപ്പൊ 4OH ഇവിടെ ഫിറ്റ് ചെയ്യാം. ഐഡിയ മനസ്സിലായി? ഇവിടെ ഓൾറെഡി 4OH പഠിച്ചു. ഇത് അവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ 4OH ഇവിടെ എടുത്ത് ഫിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, ഇത് കഴിഞ്ഞിട്ട് ഈ ഇക്വേഷനിലേക്ക് ആകണമെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ 2H2 ആണ്. അപ്പൊ ഈ 4 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 2H2 കൊടുക്കുക. എന്നിട്ട് ചെക്ക് ചെയ്യാം. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയാവുന്നതാണ്. പേര് ആനോഡ്, കാഥോഡ്, ഇലക്ട്രോൺ. അതെ, കോമ്പിനേഷൻ പഠിച്ചപ്പോ നേരെ ഓപ്പോസിറ്റ് ആയി പറഞ്ഞതാ, ഓർത്തിരിക്കാൻ വേണ്ടി കേട്ടോ. ആനോഡ്, കാഥോഡ് ഇത് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ ഇത് കിട്ടും. ഉണ്ടോ? ഓർത്തോ? ഓവറോൾ അങ്ങനെയാണോ കിട്ടും. ഇതിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ കൂടുന്നുണ്ടല്ലോ. ഇതിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ ഭയങ്കര വേൾഡിൽ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. കാരണം എന്ന് പറഞ്ഞാൽ ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയത്തിന് ഓൾറെഡി മൈൻ ചെയ്തെടുക്കുമ്പോൾ പൊള്യൂഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടൊരു തിയറി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലിഥിയം അയൺ ബാറ്ററികളിലേക്ക് വരുന്ന സമയത്ത് ലിഥിയത്തിന്റെ പ്രൊഡക്ഷൻ എടുക്കണമെങ്കിൽ അത് നോർമലി വരുന്ന രാജ്യങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ എൻവയോൺമെന്റൽ പൊള്യൂഷൻ കൂടുതലാണ്. പിന്നെ അതൊരു 6 ഇയർ കഴിയുമ്പോൾ അത് ഭയങ്കര എന്താ പറയാ ഹാർംഫുൾ ആവും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു ക്യാമ്പയിനിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിവേ പെട്രോളിന് ഓൾട്ടർനേറ്റീവ് എന്തായാലും വേണം അല്ലേ? ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ വേൾഡ് ഇങ്ങനെയാവും കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് കൊറോഷൻ. അടുത്ത ഹെഡിങ് കൊറോഷൻ. കൊറോഷൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വേഗം എഴുതിക്കോ കേട്ടോ. In corrosion, a metal is oxidized by in corrosion a metal is oxidized by in corrosion a metal is oxidized by loss of electron to oxygen
formation of oxides. And formation of oxides. And formation of oxides. Next line എഴുതി വെക്കാം. Corrosion of iron. അയണിന്റെ കാര്യമാണ് നമ്മൾ മെയിൻ ഡിസ്കസ് ചെയ്യുന്നത്. Corrosion of iron. Iron. കേട്ടോ. Corrosion of iron occur in presence of water and air. Corrosion of iron occurs in presence of water and air. Water and air. To stop the chemistry of corrosion. The chemistry of corrosion considered. The chemistry of corrosion considered essentially as an electrochemical phenomenon. Essentially as an electrochemical phenomenon. Electrochemical phenomenon. Then next ഇതിൽ ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് പോലെ ഓവറോൾ എന്ന് പറയുന്ന റിയാക്ഷൻസ് ജസ്റ്റ് ഒന്ന് എഴുതാനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാം ഇതിലെല്ലാത്തിലും കണ്ടോ ലോസ് ഓഫ് ഇലക്ട്രോൺ. അതാണ് എന്ത് ഓക്സിഡേഷൻ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ അയൺ എന്ന് പറയുന്ന ഒരു എഫ് എടുത്തു കഴിയുമ്പോൾ ആ എഫിയുടെ സർഫസിൽ നിന്ന് അതിന്റെ ഇലക്ട്രോൺ ലോസ് ആകും, എന്നിട്ട് അതിന് ഓക്സിഡേഷൻ വരും. അപ്പോൾ ആനോഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അയൺ. കേട്ടോ, ഓർത്ത് വെക്കാം. ദെൻ ഇവിടെ നമ്മൾ കൊറോഷനില് ആനോഡ് ആയിട്ട് അയണിനെ കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ആദ്യം എടുക്കുന്നത്. Fe gives Fe2 plus 2 electron. കേട്ടോ, ഓർത്ത് വെക്കാം. ആനോഡ് ഇവിടെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു 4 ഇലക്ട്രോൺ ആക്കുന്നുണ്ട് അടുത്ത സ്റ്റെപ്പില്. അപ്പോൾ ഇത് ഇവിടെ 2 ഇട്ട് കൊടുക്കും, ഇവിടെയും 2 ഇട്ട് കൊടുക്കും. ആദ്യം 2 ആണ് വരുന്നത്, പിന്നെ എന്ത് ചെയ്യും അല്ലെ അടുത്ത ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഇങ്ങനെ എഴുതും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആനോഡ് next O2 plus 4H plus 4 electron gives 2H2O. 2H2O. ഇതാണ് കാഥോഡ്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കൊറോഷൻ ഒക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? അസിഡിക് മീഡിയം അല്ലെ, ഓർത്ത് വെക്കാം. പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം വേണം. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഈ H+ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. H+ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 2H2. ഫൈനൽ ഇക്വേഷൻ എന്തായിരിക്കും? ഓവറോൾ നോക്കിയേ, 4 ആക്കാൻ കാരണം അതല്ലേ ഓവറോൾ ഇക്വേഷൻ കേട്ടോ. ക്യാൻസൽ ആയി പോകും. 4x plus വല്ല ഉണ്ടോ? ഇല്ല. അങ്ങനെ എഴുതി വെച്ചു. എന്തായിരിക്കും? 2Fe plus O2 ഉണ്ടോ? ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്ത് മീഡിയത്തിലാണ്? 4H plus എന്ന് പറഞ്ഞാൽ അസിഡിക് മീഡിയം അല്ലേ, ഓർത്ത് വെക്കുക. ഗീവ്സ് എന്ത് വരും? 2Fe2 plus എന്ത് വരും? 2H2. O2 4x plus 2H2 എഴുതാം. ഏതാ? O2 4x plus അതിന്റെ പകരം 2H2 എഴുതാം. പറ്റും. എന്തുകൊണ്ടാ? ഹൈഡ്രജൻ റിയാക്ട് ചെയ്യില്ല. ഹൈഡ്രജൻ റിയാക്ട് ചെയ്യോ? ഇല്ല. അയോണെ റിയാക്ട് ചെയ്യോ? മനസ്സിലായി? ഹൈഡ്രജൻ റിയാക്ട് ചെയ്യില്ല, ഹൈഡ്രജൻ അയോൺ എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. വേഗം എടുത്ത് എഴുതുക കേട്ടോ. എടുത്തെഴുത കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ചെറിയ അടിമുടി ഉണ്ട്.
പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? 1 by 1 ആയിട്ട് ഒന്ന് എഴുതി വെച്ചേ. ഗാൽവനൈസേഷൻ. പിന്നെ എന്തൊക്കെ പറയാം? പെയിന്റിംഗ് അല്ലേ? അതൊക്കെ വേഗം എഴുതി കേട്ടോ. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ വേഗം എഴുതി. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. ഓയിലിംഗ് ചെയ്യാം കേട്ടോ. ഓയിലിംഗ് കേട്ടോ. വേഗം എടുത്ത് എഴുതി വെച്ചേ. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ഫസ്റ്റ് പെയിന്റിംഗ്, ഓയിലിംഗ്, ഗാൽവനൈസിംഗ് കേട്ടോ. ഇഷ്ടംപോലെ എഴുതാം, അത്ര എഴുതാം. അത് കഴിഞ്ഞിട്ട് മെയിൻ നമുക്ക് അതല്ല ഉദ്ദേശിക്കുന്നത് കാഥോഡിക് പ്രിവെൻഷൻ എന്ന് പറയുന്ന പ്രിവെൻഷൻ ആണ്. ഇത്രേ ഉള്ളൂ. അയണിന് ഓക്സിഡേഷൻ നടക്കാൻ കാരണം അവിടെ നിന്ന് ഇലക്ട്രോൺ റിലീസ് ചെയ്യുന്നു. അയണിനേക്കാളും മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റല് അയണിന്റെ അടുത്ത് വെച്ചാൽ ആര് ആകും? അതിന് ഓക്സിഡേഷൻ വരും. അപ്പൊ അയൺ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. മനസ്സിലായി? പ്രിവെന്റ് ചെയ്യും. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് സാക്രിഫിഷ്യൽ മെറ്റൽ എന്നാണ് വിളിക്കുന്നത്. സാക്രിഫൈസ് ചെയ്യാണ് ആക്ച്വലി മെറ്റൽ കേട്ടോ. ഓർത്തോകാർക്ക് വേണ്ടിയിട്ട്, അയണിന് വേണ്ടിയിട്ട്. അപ്പൊ അത് ആനോഡ് ആകും, ഇതെന്താവും? കാഥോഡ് ആകും. അപ്പോൾ ഒട്ടും കൊറോഷൻ വരില്ല. അപ്പൊ അത് ചെയ്യുന്നത് എന്താണ്? ആക്ച്വലി വലിയ പ്രൊജക്ടുകൾക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗ്രിഡ് ആയിട്ട് ചെയ്യും. കുറച്ച് കളയുമ്പോൾ ഗ്രിഡ് മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കാം. എനിവേ ഒന്ന് എഴുതി വെച്ചു. ലാസ്റ്റ് പോയിന്റ് ആണ് an electrochemical method. An electrochemical method is to provide a sacrificial electrode. An electrochemical method is to provide a sacrificial electrode. An electrochemical method is to provide a sacrificial electrode of another metal Mg, Zn, etc. Magnesium, zinc, etc. Bracket close ചെയ്യാം. Which corrode itself. അത് corrode ആവും. But save the object. ഇത് കൊറോണായി ഫുള്ള് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്തൊരു മറ്റൊരു കൊറോഷൻ വരും. അങ്ങനെ കുറെ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഗ്രിഡ് പോലെ കൊടുക്കുമ്പോൾ ഇപ്പൊ ഒരു റെയിൽവേയിൽ എല്ലാ ദിവസവും പോയി പെയിന്റ് അടിക്കാൻ പറ്റും. ഈ വണ്ടി പോകണമല്ലേ, അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെയുള്ളത് ഇപ്പൊ സബ്മറൈൻ അണ്ടറിൽ പോകുന്നൊരു സാധനമാണെന്ന് കരുതാം. അതിന് നമ്മൾ എത്ര പെയിന്റ് അടിച്ചാലും ഗാൽവനൈസേഷൻ വന്നാലും ചില സ്ഥലത്ത് ഗ്രിപ്പ് വന്നു. ഇപ്പൊ എന്റെ വണ്ടി ഉണ്ട്, അതിൽ ഒരു സ്ഥലത്ത് വരഞ്ഞു, ആ സ്ഥലത്ത് കൊറോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനത് എന്ത് ചെയ്യും? പെയിന്റ് അടിച്ചു കൊടുക്കും. ഇൻ കേസ് വണ്ടിയുടെ അകത്ത് വരുന്നു, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുപോലെ അല്ലാതെ ഒരു ലോങ് പൈപ്പ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പറ്റില്ല. അപ്പൊ ഇവിടെ ഗ്രിഡ് വെക്കുന്നുള്ളത്. ഗ്രിഡ് വെക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി. മനസ്സിലായി? കാരണം മെഗ്നീഷ്യ ഓരോക്കെ അതാണ്. ഒരു റീജിയനിൽ സാധനം ഇങ്ങനെ വെക്കും. ഇപ്പൊ ഇത്ര വലിയ പൈപ്പാണ്, ഇവിടെ തൊട്ട് പൈപ്പ് വരെയുള്ളതാണ്. അപ്പൊ അതൊരു റീജിയൻ കഴിയുമ്പോൾ മെഗ്നീഷ്യത്തിന്റെ ഒക്കെ ഓരോ കോളം പോലെ വെച്ചിട്ട് അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഇത്ര നാള് യൂസ് ചെയ്യാൻ പറ്റുന്ന അറിയാം. 2 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റിയിട്ട് ഇപ്പൊ പക്ഷെ ഓൾട്ടർനേറ്റീവ് വന്നു. നമ്മൾ അറിയാലോ, പോളിമർ കെമിസ്ട്രി ഒക്കെ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഹൈ കോട്ടിംഗ് ഒക്കെ കൊടുത്ത് ഇപ്പൊ കണ്ടിട്ടില്ലേ? പൈപ്പ് കിട്ടുന്ന പണ്ടത്തെ പോലത്തെ ഇരുമ്പിന്റെ പൈപ്പ് കൊണ്ടൊന്നും ഭയങ്കര വെയിറ്റിലല്ലല്ലോ ഇവിടെ കണ്ടല്ലേ? ആ സാധനമൊക്കെ എത്തി തുടങ്ങി. ഓൾട്ടർനേറ്റീവ് ഭയങ്കര അതൊക്കെ. ഇനി ഉള്ളിൽ തന്നെ ഗ്രിഡ് ബലം കൊടുക്കാനും അതിനൊക്കെ വേറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം 20 years ബാക്ക് എടുത്താൽ മതി. പോളിമർ കെമിസ്ട്രി ഒക്കെ ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തത്. വ്യത്യാസം. ഇനി നമുക്ക് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാം. 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി 4 ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഓരോ ചാപ്റ്ററിന്റെയും എല്ലാ കാര്യങ്ങളും ഒറ്റ പേജിലേക്കുള്ള വലിയ A3 ആയിട്ടുള്ള ഷീറ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്ത് തരും. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് 4 ചാപ്റ്ററിന്റെ ഒറ്റ സ്ട്രെച്ചിൽ വേണം. ഒന്നാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതിൽ പുതിയ വന്നേക്കുന്ന ആൾക്കാർ വേണ്ട കേട്ടോ. ഓർത്ത് നോക്കാം. അവര് നമുക്ക് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങും. ഇപ്പൊ 2 രീതിയിലാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ, നിങ്ങൾക്ക് എക്സാം ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് വീക്കുകളിലൊന്നും അധികം എക്സാം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഇവിടെ എന്തായാലും പാരലായിട്ട് നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരും. അത് നമുക്ക് ഇടയ്ക്ക് നമുക്കൊരു ഓൺലൈൻ സെക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 o'clock വെച്ച് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വലി പറഞ്ഞ് കേൾപ്പിക്കുക എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത്. നമ്മൾ ഗ്രൂപ്പായിട്ട് വരുന്നു. ആ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ചോദിക്കുന്ന ആള്, നമ്മളിപ്പോൾ 10th ഒരു സെക്ഷൻ കഴിഞ്ഞു, നല്ല സക്സസ് ആയിരുന്നു ആക്ച്വലി. അവർ വന്നിട്ട് ഒരു 15 കുട്ടികൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഈ സൺഡേ ഇരുന്നിട്ട്
പറഞ്ഞു കേൾപ്പിക്കാൻ പറഞ്ഞിട്ട് അവര് 10:15 വരെ അത്ര സമയം എടുത്ത് ഓരോ ഇത് ചെയ്യുന്നു. 60 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് ആദ്യത്തെ ചാപ്റ്റർ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്റർ എന്തായിരുന്നു 10th കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ഇക്വേഷൻസ്. അപ്പൊ അതുപോലെ നമുക്ക് പാരലായിട്ടൊക്കെ തുടങ്ങണം. ആക്ച്വലി കിട്ടിയില്ല എങ്കിൽ അല്ലെ, ഇപ്പൊ ഇയാൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് വീണ്ടും പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, വീണ്ടും അയാളെ കൊണ്ട് പറയിപ്പിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ആ 2 പ്രോസസ്സും എന്തായാലും വരാൻ പോവാണ് ആക്ച്വലി വരുന്നത്. ഞാനൊരു കാര്യം ശ്രദ്ധിക്കാം, 4 ചാപ്റ്റർ കണ്ടന്റ് ഒന്ന് ഓർഡറിൽ പറയാം, മൈൻഡിൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് ഓർത്ത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? സൊല്യൂഷൻ. സൊല്യൂഷനിലെ ആദ്യത്തെ ടോപ്പിക് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ എക്സ്പ്രസിംഗ് ടേംസ്. ഏതൊക്കെയാ? മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെന്റേജ്, ppm, പാർട്സ് പെർ മില്യൺ. അതിൽ ഈ 3 എണ്ണം മതി, പഠിച്ചാൽ മതി. എന്തായിരുന്നു? മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ. മൊളാരിറ്റി ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അല്ലേ? റെഡിമെയ്ഡ് ഇക്വേഷൻ കിട്ടണം. എന്തായിരുന്നു? ക്യാപിറ്റൽ M ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MV ഇൻറ്റു 1000 ബൈ VML. അങ്ങനെ 3 എണ്ണത്തിന്റെ ഇക്വേഷൻസ്. ഇത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് സോളിഡ് ഇൻ ലിക്വിഡ് ഡിസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ അത് അത്ര റെലവെന്റ് അല്ല, സിമ്പിൾ ആയിട്ട് വേഗം വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡിലാണ് എന്ത് വരുന്നത്? ഹെൻറീസ് ലോ. ഇക്വേഷൻ എന്തായിരുന്നു? P ഈക്വൽ ടു KH ഇൻറ്റു കൈ. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളൊന്ന് പോയി ആദ്യത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒരു നൈട്രജന്റെ പറയുന്നുണ്ട്, വീട്ടിൽ പോയിട്ട് നോക്കണം. നൈട്രജന്റെ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ അധികം നമ്മൾ ചെയ്തിട്ടില്ല മാത്സ്. എനിക്ക് അതിൽ ഓർമ്മയുണ്ട്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തേക്കുന്നത്. ഹെൻറീസ് ലോയുടെ ക്വസ്റ്റ്യൻസ് അധികം ചെയ്തിട്ടില്ല. അപ്പൊ സോലിബിലിറ്റി ഓഫ് നൈട്രജൻ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. അതില് വാട്ടർ 1 കിലോ ഒക്കെ എടുക്കുമ്പോൾ 1000 ഡിവൈഡ് ബൈ 1855.5 എന്നൊക്കെ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കില് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ആണ് വിത്ത് ആൻസർ കിടപ്പുണ്ട്, വീട്ടിൽ പോയിട്ട് നോക്കണം, ഓർത്ത് നോക്കാം. Then P equal to KH into chi. Henry's law എന്തായിരുന്നു? Solubility of gas in liquid is directly proportional to partial pressure or എന്ത് പറയാം, mole fraction. ഇത് രണ്ടോടെ ഉണ്ട്. Then എന്താണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ? എന്താ 3 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ആദ്യം എന്തായിരുന്നു? എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. സെക്കൻഡ് ബെൻസ്. തേർഡ് അനോക്സിയ. വാട്ട് ഡു യു മീൻ ബെൻസ്? scuba divers, unable to think, എന്തായിരുന്നു അല്ലെ, അണ്ടർ വാട്ടറിലേക്ക് പോകുന്ന സമയത്ത് ഫോർമേഷൻ ഓഫ് നൈട്രജൻ ബബിൾസ്. അനോക്സിയ നേരെ ഓപ്പോസിറ്റ് എന്തായിരുന്നു? ആക്ച്വലി ക്ലൈംബേഴ്സ് ഹയർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അല്ലെ, ലാക്ക് ഓഫ് ഓക്സിജൻ വരും. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക കൺസെപ്റ്റ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെഡിങ് റൗൾസ് ലോ. ഇക്വേഷൻ എന്തായിരുന്നു? P equal to P naught into chi. P equal to P naught into chi. What do you mean chi? Mole fraction. ഇതിനിടക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡാൽട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. P total equal to P1 plus P2 plus P3. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻ. ആ ചാപ്റ്ററിൽ what do you mean ideal solution? The solution obey Raoult's law. Second point delta H mix is equal to 0. അടുത്തത് delta V mix is equal to 0. One more point. A B B A B interaction almost equal. Same. അത് കഴിഞ്ഞ നെക്സ്റ്റ് ടോപ്പിക് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ആക്ച്വലി വരുന്നത്. പാർഷ്യൽ പ്രഷർ ഹയർ വന്നാൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ഡീവിയേഷൻ. P equal to P naught x എന്ന് പറഞ്ഞില്ലേ, ആ ഇക്വേഷനിലേക്കാളും നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കൂടുതൽ വരും. അതിനെയാണ് എന്ന് വിളിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ. പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കുറവ് വന്നാൽ എന്തായിരിക്കും? നെഗറ്റീവ് ഡീവിയേഷൻ. ആണോ? ഓർത്ത് നോക്കാം, അത് ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ അസിയോട്രോപ്പ്. വാട്ട് ഡു യു മീൻ അസിയോട്രോപ്സ്? In vapor phase. Very good. അല്ലേ? അതിൽ തന്നെ 2 type അസിയോട്രോപ്സ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. What do you mean minimum boiling azeotrope? Example of minimum boiling azeotrope. Example മതി. ethanol plus water percentage പറയണം. 95% ethanol and water. അല്ലേ? ഓർത്ത് നോക്കാം. അത് തന്നെ ഓർത്ത് റൈറ്റ്. എത്ര പെർസെന്റേജ്? 68% concentrated HNO3 and remaining water. അതാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടോപ്പിക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ
ഏറ്റവും കൂടുതൽ മാർക്ക് ലോഡ് ചെയ്യുന്ന അടുത്ത ഈ ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. വാട്ട് യു മീൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ദ പ്രോപ്പർട്ടി ഓൺലി ഡിപെൻഡ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ്, നേച്ചർ എക്സെട്ര. ദാറ്റ് ഈസ് ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇന്നൊരു അസർഷൻ റീസൺ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, വായിച്ച് എടുത്തേ ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് പഠിച്ചോ? ദ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോപ്പർട്ടി ഓൺലി ഡിപെൻഡ് അപ്പോൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇറസ്പെക്റ്റീവ് ഓഫ് സൈസ്, നേച്ചർ എക്സെട്ര. അത് കഴിഞ്ഞിട്ട് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ഉണ്ട്, അതിന്റെ പേര് കൂടി പറയണം കേട്ടോ. നോക്കാം എന്തായിരുന്നു? എല്ലാവരും ചോദിക്കും കേട്ടോ. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ ഒരെണ്ണം ഉണ്ടായിരുന്നു, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ. ആദ്യത്തെ അതുണ്ട് കേട്ടോ. ആദ്യം ഒരു പറയാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ദീസ് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കെവിക്ക് ഇതിപ്പോ 35 മാർക്കിന്റെ ഒരു ഇത് കഴിഞ്ഞായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ എത്രയായിരുന്നു? 5. അസേഷൻ റീസൺ ആണ്. അസേഷന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഈ പറഞ്ഞ പറഞ്ഞു അങ്ങനല്ല എളുപ്പമുള്ള. ഇപ്പൊ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് അവരുണ്ടാക്കിയിരിക്കുന്ന അസേഷൻ റീസൺ ആണ്, എളുപ്പമാണ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഈസ് എ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, റൈറ്റ് അല്ലേ? Depression of freezing point is a colligative property. Reason ആയിട്ട് അവർ കൊടുക്കുന്നത് the depression of freezing point for a solution depend on the nature of solute particle present in a solution. Reason ആണ് കൊടുത്തേക്കുന്നത് the depression of freezing point for a solution depends on the nature of solute particle present in the solution. ആണോ? പിന്നെ എന്തായിരുന്നു? നമ്പർ ആണ്. നേച്ചർ എന്താ? ഇൻഡിപെൻഡന്റ് ആണ്, പറ്റില്ല എന്നാ പറഞ്ഞേക്കുന്നത്. What do you mean colligative property? The property only depend upon number of particles irrespective of size, nature, etc. അപ്പോ reason wrong, ഇത് right കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇതുപോലെ ക്വസ്റ്റ്യൻസുകൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഇക്വേഷൻസുകൾ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷൻ ആൻഡ് ഇക്വേഷൻ ക്ലിയർ ആയിട്ട് പഠിക്കാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇക്വേഷൻ എന്തായിരുന്നു? P0 minus P divided by P0 equal to x2 കേട്ടോ. പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞിട്ട് 1 ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോ എന്താണ്? P0 minus P divided by P0. അത് കഴിഞ്ഞിട്ട് P0 1 P1 പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ P0 minus P divided by P0 equal to x2. Then next elevation of boiling point delta TF is equal to KF into M. Then അത് ടിവി depression of freezing point അല്ലേ? delta TF is equal to KF into M. Then next osmotic pressure pi equal to CRT or N by VRT or WB by MB into RT by V. Then next colligative property യുടെ ലാസ്റ്റ് ആണ് abnormal molecular mass Van Hoff factor. I is equal to normal molecular mass divided by abnormal molecular mass. I equal to normal molecular mass by abnormal molecular mass. ഇത്രയും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതല്ലാതെ ഒരു 3 കൂടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആൽഫ ഡിസോസിയേഷൻ I minus 1 by n minus 1. ആൽഫ അസോസിയേഷൻ I minus 1 by n minus 1. Ka C alpha square by 1 minus alpha. അത് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമാണ്. അതിലെ ഏറ്റവും ടോപ്പ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് അതുമായിട്ട് റിലേറ്റഡ് ആണ്. അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയൊക്കെ ചാപ്റ്റർ ഈസിയസ്റ്റ് ആണ്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി ഈസിയസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ ഇത് വരുമ്പോൾ ഒന്ന് കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ 3 ക്വസ്റ്റ്യൻ മാത്രമാണ് എക്സസൈസ് ബേസ്ഡ്. ഞാൻ കാണിച്ചു തന്നിയാൾക്ക് അല്ലെ? ഓർത്തോ എ ബി എന്നൊക്കെ എഴുതിയിട്ട് അല്ലെ ഒരു 1.5-2 പേജ് വരുന്ന സ്റ്റെപ്പ് വരുന്ന 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്കൂളിൽ വിട്ടു എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് വരാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. എങ്കിലും അത് ലാസ്റ്റ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കേണ്ടി വരും. അപ്പോൾ ആ ടൈപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വേഷന്റെ ഡെറിവേഷൻ എഴുതിയില്ലെങ്കിൽ എഴുതേണ്ടി വരും കേട്ടോ. ഓർത്ത് നോക്കാം. അത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഇക്വേഷൻ എവിടെ നിന്നാണ് വരുന്നത്? ഇക്വിലിബ്രിയം. അപ്പൊ സൊല്യൂഷൻ പഠിച്ചിട്ട് ഇക്വിലിബ്രിയത്തിൽ പോയിട്ട് അവിടെ നിങ്ങോട്ട് വരണം. അതിന് പകരം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് അതങ്ങ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോർഡിന് മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, അത് അവിടെ തീർന്നു. അത് കഴിഞ്ഞാൽ ഇലക്ട്രോകെമിസ്ട്രി ഇപ്പൊ പറഞ്ഞു അല്ലെ? ഓർത്ത് നോക്കാം. ഇലക്ട്രോകെമിസ്ട്രി ആദ്യത്തെ എന്തായിരുന്നു ടോപ്പിക്ക്? ഇലക്ട്രോകെമിസ്ട്രിയിൽ ആദ്യത്തെ ടോപ്പിക്ക് ഡാനിയൽ സെൽ. അതിൽ ലോൺ ഓർത്ത് നോക്കാൻ പറഞ്ഞു. എന്തായിരുന്നു? ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ്, നെഗറ്റീവ്. സെക്കൻഡ് ടോപ്പിക് എന്തായിരുന്നു? SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അല്ലെ? അതിന്റെ ഡെഫിനിഷൻ ബാക്കി കാര്യങ്ങൾ. തേർഡ് ടോപ്പിക് നേൺസ്റ്റ് ഇക്വേഷൻ കേട്ടോ. നേൺസ്റ്റ് ഇക്വേഷൻ ആണ് അല്ലെ? ഓർത്ത് നോക്കാം.
E cell equal to ഇത് പറയണോ നോക്കാൻ വേണ്ടിയാ 2.303 RT by NF log C raised to C D raised to D divided by A raised to A and B raised to B. കേട്ടോ നോക്കാം. അത് കഴിഞ്ഞാൽ ഒരു 3 ഫോം ഇക്വേഷൻ. അത് കഴിഞ്ഞാൽ ഗിബ്സ് എനർജി ഇക്വേഷൻ ഡെൽറ്റ G equal to minus NF E naught cell. The next കണ്ടക്ടൻസ് കണ്ടക്ടിവിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് വരുവാണ്. അല്ലേ? G conductance is equal to kappa into A by L. G star cell constant equal to R kappa. Lambda M equal to kappa by C. അല്ലേ? ഓർത്ത് നോക്കാം. ആ ഒരു ഫോർമേഷൻ. അത് കഴിഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അത് കഴിഞ്ഞാൽ ബാറ്ററി, ദെൻ എന്താണ് കൊറോഷൻ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നമുക്ക് 4 ചാപ്റ്റേഴ്സിലേക്ക് എല്ലാവരും എത്തണം കേട്ടോ. ഇതൊരു ടീമാണ് ആക്ച്വലി. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു നോക്കാം നിങ്ങൾ പറ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വെനസ്ഡേ ഓൺവേർഡ്സ് നമുക്ക് വളരെ റെഗുലർ ആയിട്ടൊരു റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ പറഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചു നോക്കുന്നത്. അപ്പൊ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കണ്ടന്റ് എടുക്കലല്ല, ഇവിടെ വന്നിട്ട് നമ്മളൊരു ടീമായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഇവര് വരാത്ത ആൾക്കാരെ ഞാൻ എഴുതി പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് പറയും ഒരു ടീമാവും, ബാക്കി ആൾക്കാർ വേറെ ടീമാവും കേട്ടോ. ഓർത്ത് നോക്കാം. അതിന് ആരും വിഷമിക്കണ്ട. അടുത്ത ക്ലാസ്സിൽ വന്നു പറയാൻ പറ്റിയില്ല, ആ ചാപ്റ്റർ അന്ന് രാത്രി എന്നെ പറഞ്ഞു കേൾപ്പിക്കും. നിങ്ങൾ കണ്ടന്റ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം, കണ്ടന്റ് ആണ്. ഇപ്പൊ ഇതുപോലെ എനിക്ക് കിട്ടിയാൽ മതി. അല്ലാതെ ആ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ട് 100 ക്വസ്റ്റൻ ഒന്നും വേണ്ട. ഒരു ചാപ്റ്റർ അടുത്ത വെനസ്ഡേ സെലക്ട് ചെയ്ത് അത് തീർത്ത് വെക്കണം കേട്ടോ. ഓരോ വീക്കിലും ഒരു ചാപ്റ്റർ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ വീക്കിൽ എനിക്കൊരു ചാപ്റ്റർ എനിക്ക് കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് ഏത് ചാപ്റ്റർ വേണം പറയേ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു സമയം പോണം. ഹാലോ ആൽക്കീൻ കേട്ടോ. ഫിക്സ് ചെയ്തോ? ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ ആൽക്കീൻ. അതിന്റെ റിയാക്ഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർത്ത് നോക്കാം. ഇന്ന് പോയിട്ട് എഴുതണം കേട്ടോ. ഓർത്ത് നോക്കാം. ഇന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എഴുതി നോക്കണം. ആ ഇക്വേഷൻ എഴുതിയേക്കുന്നത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇടണം, ഇവർക്ക് പഠിക്കാൻ വേണ്ടിട്ടോ. ഇക്വേഷൻസ് എഴുതും കേട്ടോ. എത്ര ഉണ്ട് ടോട്ടൽ? 13 കേട്ടോ. ഓർത്ത് നോക്കാം. സാധനം വിട്ടേ കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേട്ടോ ഗ്രൂപ്പിൽ ഇട്ടേക്കണം കേട്ടോ. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേക്കണം. നല്ല ഭംഗിയിൽ വൃത്തിയിലായിരിക്കണം കേട്ടോ. എല്ലാവർക്കും വായിക്കാൻ പറ്റണം കേട്ടോ. രണ്ടിന്റെ പേര് കേട്ടോ. ഓർത്ത് നോക്കാം. നല്ല ഭംഗിയിൽ ഒരു A4 എഴുതിയിട്ട് നിങ്ങൾ ഇടണം. ബാക്കി എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒരു A4 ഷീറ്റിൽ ഇക്വേഷൻസ് കൊണ്ടുവരണം. നിങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ പഠിച്ചിട്ട് വരാൻ നോക്കണം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം.